ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പിക്കച്ചാം റീഡിങ്ങിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു കരിയർ റിലേറ്റഡ് ടോപ്പിക്കാണ് കേട്ടോ. ഈ ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതെന്താണ്, ആ എനർജി എന്താണ്, എന്തുകൊണ്ടാണ്, അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാകും, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. എപ്പോഴത്തെയും പോലെ 3 ചാമുകളുണ്ട്, 3 ഗ്രൂപ്പുകൾക്കായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാം. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുമായി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള 2 ഗ്രൂപ്പുകളിലെയും മെസ്സേജുകൾ കേട്ടിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന റെസിനേറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് റെസിനേറ്റ് ആവില്ല. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇൻറ്റ്യൂട്ടീവ്ലി മാത്രം നിങ്ങളുടെ ഗ്രൂപ്പുകളെ തിരഞ്ഞെടുക്കാനായിട്ടും ശ്രമിക്കാം. അപ്പോൾ ഈ ടൈം സ്റ്റാമ്പ്സ്, ഓരോ ഗ്രൂപ്പിനുള്ള ടൈം സ്റ്റാമ്പ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്തതിന് ശേഷം നേരെ ടൈം സ്റ്റാമ്പ്സിൽ പോയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലത്തെ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിലും അറിയിക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ തന്നെയുണ്ട്, അതും ടൈം സ്റ്റാമ്പ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഉണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാനുള്ള സമയമാണ്. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൂപ്പ് 1ൻ്റെ കരിയറിൽ അവരുടെ പ്രൊഫഷനിൽ അവരിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ കറണ്ട് എനർജി എന്താണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ കരിയറിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റീഡിങ് കേൾക്കുമ്പോഴോ അതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ്, നിങ്ങളൊരു വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഒരു വിജയം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നേടുന്നുണ്ട്. അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചുറ്റും ഒരു ബിട്രയൽ എനർജി ഞാൻ കാണുന്നു. അപ്പോൾ അതായത് നിങ്ങൾക്ക് കിട്ടാണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിജയം, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു നേട്ടം തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന തരത്തിലുള്ള എനർജി ഞാൻ കാണുന്നുണ്ട്. അവരത് വളരെ ആ എനർജി അത് ആര് വേണേലാവാം. ആ എനർജിയിലുള്ളവർ എന്ത് തന്നെയാണെങ്കിലും അവരത് ഒട്ടും വിട്ടുകളയാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അതവരൊരു ഗോൾ പോലെയാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു നേട്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു വിജയം അത് ഒന്നില്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുക, അതിനില്ലാതാക്കുക. ആ ഒരു ലക്ഷ്യം അവർക്ക് വളരെ പ്രധാനമായിട്ട് അവർ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് പോകണമെന്നാണ് കാണുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഗ്രൂപ്പ് 1 അവരുടെ കരിയറിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്? നിങ്ങൾക്ക് അപ്പോൾ ഫെയർനെസ്, ഒരു ജസ്റ്റിസ്, ഒരു അന്യായം സംഭവിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിപ്പോൾ കാണാനുള്ളത്. ഒരു അന്യായം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് വളരെ സന്തോഷം തരേണ്ട ഒരു സമയമാണ്, പക്ഷെ അതിൽ ഒരു അന്യായം സംഭവിക്കാനുള്ളൊരു സാധ്യത ഒന്നില്ലെങ്കിൽ അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ റീഡിങ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കരുതിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ പറയേണ്ടത്, നിങ്ങളുടെ കരിയറിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്തില്ല എന്നുള്ള ഒരു തോന്നൽ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ആദിയും വല്ലാത്തൊരു ടെൻഷനും അത് കിട്ടില്ല, അത് നഷ്ടപ്പെടും എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും അധികമായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി പറയേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്.
കാരണം എന്തെന്ന് വെച്ചാൽ എന്ത് തന്നെ ഒരു ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് കാണുന്നു. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് കാണുന്നത്. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു ആത്മവിശ്വാസക്കുറവ് അവിടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഒരു കരിയർ സ്പേസിൽ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കൊളീഗായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയായിട്ട് തന്നെ ഒരു ലീഗൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ കമ്പനിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ എന്താ പറയുക കൊളീഗ്സായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഹയർ ലെവലിൽ ഇരിക്കുന്നവരായിട്ട് ഒരു എന്താ പറയണ്ടേ ഡിസഗ്രിമെൻറ്റ്, ഒരു തർക്കം, അങ്ങനെയൊക്കെ കാണുന്നു. അങ്ങനത്തെ ഒക്കെ എനർജി കാണുന്നുണ്ട്. വളരെ ഒരു അസ്വസ്ഥമായൊരു അന്തരീക്ഷമാണ് കാണുന്നത്. ആക്ച്വലി എന്താ പറയണ്ടേ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു മാനേജറോ നിങ്ങളുടെ ഹയർ ലെവലിരിക്കുന്നവർ വളരെ ഇൻസെൻസിറ്റീവായിട്ട് പെരുമാറുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനൊന്നും മനസ്സിലാക്കാതെ ഇൻസെൻസിറ്റീവായിട്ട് പെരുമാറുന്ന ഒരവസ്ഥ, ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ഒരു എന്താ പറയണ്ടേ ലീഡേഴ്സും മാനേജേഴ്സും ഒക്കെ ഉള്ള ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷേ എന്നാൽ അതേസമയം എന്താ പറയണ്ടേ നിങ്ങൾക്ക് അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഭാഗത്ത് ന്യായമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഓക്കെ, എല്ലാവരും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. വളരെ പ്രത്യേകിച്ച് നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ആളുകളൊക്കെ നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടാത്തൊരവസ്ഥയും കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയുക കരിയറിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഒരു ബിട്രയൽ, ഓക്കെ, ഒരു എന്താ പറയുക ഡിസെപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് കരുതിയിരിക്കണം. ഒരു അന്യായം നിങ്ങൾക്ക് ശരിക്കും അത് നടക്കുമ്പോൾ ഒന്നും ഇത് അന്യായമാണ്, അനീതിയാണ്, കാരണം എനിക്കാണ് അർഹതയുള്ളത്, പക്ഷേ അതെൻ്റെയും തട്ടിയെടുത്തതാണെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് കരുതിയിരിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് നെഗറ്റീവ് തോട്ട്സ് അധികം അതിൽ ഫോക്കസ് ചെയ്തിരിക്കുക. നിങ്ങളിപ്പോൾ ആക്ച്വലി എന്താ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ വേസ്റ്റ് കേസ് സിനാരിയോ എന്താണോ അതാണ് നടക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ അവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ഗോളിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ ആ ബുദ്ധിമുട്ടും തടസ്സങ്ങളും മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയന്ന് അത് ആ എനർജിയായിട്ട് നിങ്ങൾ അലൈൻഡ് ആയിട്ട് അത് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, തർക്കങ്ങൾ നിങ്ങളുടെ കൊളീഗ്സായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ അപ്പിലുള്ള ആളുകളായിട്ടോ നിങ്ങളുടെ മാനേജറിൻ്റെ ഒരു ലാക്ക് ഓഫ് സപ്പോർട്ട്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ ഒരു ലാക്ക് ഓഫ് സപ്പോർട്ട്, അതോറിറ്റിയുടെ ലാക്ക് ഓഫ് സപ്പോർട്ട്, അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഒരു അബണ്ടൻസ് ഇല്ലാണ്ടിരിക്കുക, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടാതിരിക്കുക, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് 1 കരിയറിൽ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് 1 അനുഭവിക്കുന്നത്, അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? Clarify the King of Cups. ഓക്കെ, ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ഒന്നെങ്കിൽ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു ഓപ്പർച്യൂണിറ്റി ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങൾ അലൈൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സംതൃപ്തിയും തരുന്നൊരു അവസരമാണത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ എന്താ പറയുക ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ കാണുന്നു. പിന്നെ ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുക. അതായത് വർക്ക് പ്ലേസിൽ ഒരിക്കലും നമ്മൾ എന്ത് പാടില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫാമിലിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇമോഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൻ്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ തീരുമാനിക്കുക. അത് ഓക്കെയാണ്. ഓക്കെ, ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരാൾ ഉപയോഗിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. പക്ഷെ എന്നാലും നമ്മുടെ ഫാമിലിയിൽ കൂടുതൽ നമ്മൾ ഇമോഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുന്നതൊക്കെ. പക്ഷേ വർക്ക് പ്ലേസ് ഒരിക്കലും അങ്ങനെ പാടില്ല. ഓക്കെ, ഇമോഷൻസ് വേണം, പക്ഷെ അതുപോലെ തന്നെ ലോജിക്കൽ സൈഡും വളരെ ആക്റ്റീവായിരിക്കണം. നമ്മൾ ഇമോഷൻസിൻ്റെ പുറത്ത് നമ്മൾ ഒരു ചെയ്തു കൊടുക്കുന്ന നമ്മൾ യൂസ് ചെയ്യാൻ ഒരുപാട് പേര് വർക്ക് പ്ലേസിലുണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതൊരു കാര്യമാണ്. അതൊന്നും ഒരു ഫാക്ടറാണ്. നിങ്ങൾ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു മൂല കാരണം എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഇമോഷണൽ ലോജിക്കൽ ബാലൻസ് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ വർക്ക് ലൈഫിൽ വേണം.
ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലും നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ആ ഒരു അവസരം നിങ്ങൾക്ക് ഒരുപാട് കരിയറിൽ വളരാൻ സഹായിക്കുന്ന, വിജയങ്ങൾ നേടാൻ സാധിക്കുന്ന, നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള, നിങ്ങൾ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ പാസ്റ്റിൽ എപ്പോഴെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു ജോലിയായിരിക്കാം. ഓക്കെ, അതിലിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലി, അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടിയത്. നിങ്ങളത് യൂസ് ചെയ്തു, നല്ല കാര്യമാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങൾ മറന്നു പോയ ഒരു എനർജിയാണ്. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസ് എവിടെയാണോ അവിടെ നിങ്ങൾ ഫോക്കസ്ഡ് ആണ്, നിങ്ങളവിടെ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ മറന്നു പോവാണ്. യൂണിവേഴ്സ് ഒരു തരത്തിൽ നിങ്ങളത് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവസരങ്ങൾ, അതിനുള്ള അവസരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹിച്ച ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലേക്ക് മാറാനായിട്ട് വളരെ നല്ലൊരു അവസരമായിട്ട് ഞാനത് കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോബ് സൈറ്റിലൊക്കെ ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ആ ജോബ് അല്ലെങ്കിൽ ആ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഓക്കെ, കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇതൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ ആ ചേഞ്ചിന് ഒരു തരത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. നിങ്ങൾ ആ ചേഞ്ച് നടക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഓക്കെ, കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളുടെ കംഫർട്ട് സോണിലാണ്. പക്ഷെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യും തോറും അതൊരു ടവർ മൂമെൻറ്റിലേക്ക് എത്തും. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഒരു വലിയ ഡൗൺഫോളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിനൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ അതൊരു ഡൗൺഫോളിലേക്കാണ് പോകുന്നത്. കാരണം നിങ്ങൾ അവിടെ നിന്ന് പോരേണ്ടതുണ്ട്. മിക്കതും അതിന് കാരണം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ ഈ ഒരു ഡൗൺഫോൾ, നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഓക്കെ, അതിന് കാരണം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാരെങ്കിലും ആയിരിക്കാം. നിങ്ങൾ അതിൽ നിന്ന് എന്തിനാണ് ഈശ്വരൻ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന വർക്ക് പ്ലേസ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കൊളീഗ്സ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു വർക്ക്, ഒരു ജോബ്, കരിയർ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ അവസരം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു ജോബിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യരുത്. ഒരു ജോബ് ചേഞ്ചിൻ്റെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ചേഞ്ച്. ഓക്കെ, അതിനുള്ള അവസരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാനാണ് ഈശ്വരൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി. ഓക്കെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറുമോ, ഇങ്ങനെ സംഭവിക്കും. അത് വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു വളരെ ലോ വൈബ്രേഷണൽ എനർജിയിലാണ് അല്ലേ. അപ്പോൾ ആ എനർജിയാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് എനർജിയിലായിരിക്കുന്നു, നിങ്ങളുടെ തോട്ട് എന്താണോ, നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഒരു കാരണമാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഈ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ ഭയന്നിട്ടുള്ളതായിരിക്കാം. ഇത് നടന്നാലോ, ഇങ്ങനെ നടക്കുമോ, എൻ്റെ കൊളീഗ്സിനെ പറ്റിക്കോ, അല്ലെങ്കിൽ ചതിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ ബാക്കി ആർക്കെങ്കിലും ഉണ്ടായ അനുഭവത്തില്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാവോ എന്നുള്ള ഭയം കയറി അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എന്താ പറയുക കോൺഫ്ലിക്ട്സും ചാലഞ്ചസും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട്, ഏതൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്, അതിനുള്ള സമയമാണ്, അതിലേക്ക് പോകാനുള്ള സമയമാണ് ഇപ്പോൾ. ഓക്കെ, കരിയറിൽ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ശരിയാണ്, ഇപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ആയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അതിൽ കയറുന്നതിന് മുന്നേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി വർക്ക് ചെയ്യാനും അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കേണ്ടതുമായ സമയമാണ് ഇപ്പോൾ. ഓക്കെ, കാരണം അതിലൂടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ തന്നെ ഒരുപാട് ഉയരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ ലൈഫ് എൻജോയ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ കരിയർ എൻജോയ് ചെയ്യും, അതിലൂടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യും. കാരണം ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളുടെ തീവ്രമായ ഒരു ആഗ്രഹമാണ്. നിങ്ങളതിനെ മറന്നുപോയി, അല്ലെങ്കിൽ അതിനെ എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ജോബിൽ വളരെ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അതായത് നിങ്ങളൊരു ജോബിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ ഫോക്കസ് ചെയ്യുന്നു, അതിൽ നന്നായി വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ പതുക്കെ എന്തുണ്ടാവുകയാണ്, നിങ്ങളുടെ ശരിയായ ലക്ഷ്യത്തിൽ നിങ്ങൾ മറന്നുപോയി. ആ ഒരു സ്വപ്നം നിങ്ങൾ മറന്നുപോയോ. നിങ്ങൾ കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആക്കണം, ഇപ്പോൾ ചെയ്യുന്നത് നന്നായി ചെയ്യണം എന്നുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനാണ് ഇപ്പോൾ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത്. ധൈര്യമായിട്ട് ഇപ്പോൾ കറക്റ്റ് ടൈമാണ് നിങ്ങളുടെ ജോബ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സ്വപ്നം കാണുന്ന ഒരു ജോബ് അല്ലെങ്കിൽ കമ്പനി ഏതാണോ അവിടേക്ക് നിങ്ങൾ ജോബിന് വേണ്ടി ട്രൈ ചെയ്യേണ്ടത്. അവിടെ ഒരു പൊസിഷൻ കിട്ടാനായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ചുറ്റും അവസരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങളെ തേടി ഒരു അവസരം വരുന്നതുണ്ടാവും, ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാണ്,
അതായത് ചിലപ്പോൾ അവർ നേരിട്ടൊരു ജോബ് ഓഫറൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ നെറ്റ്വർക്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിൽ അവർ വരികയാണ്, ചിലപ്പോൾ ലിങ്ക്ഡിൻ നെറ്റ്വർക്കിലാവും വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ചിലപ്പോൾ അവരിലൂടെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടാം. മനസ്സിലായോ? അങ്ങനെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിനെ മറക്കരുത് എന്നാണ് നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത്. അത് മറന്നു പോകുന്നതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശ്വരൻ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്, ഇതല്ല നിങ്ങളുടെ സ്ഥലം, നിങ്ങളിപ്പോൾ ഇരിക്കുന്നതല്ല നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം, അതല്ലെങ്കിൽ ഇതല്ല നിങ്ങൾക്ക് ഈ ജന്മത്തിലേക്ക് ഞാൻ കരുതി വെച്ചിട്ടുള്ളത്, ഇത് താൽക്കാലികം മാത്രമാണ്. നിങ്ങളുടെ എന്താ പറയുക പെർമനൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, കരിയർ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ കരിയറിലെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾ മറക്കരുത്. അത് ഓർക്കേണ്ടതും അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടതുമായ സമയമാണ് എന്നാണ് യൂണിവേഴ്സ് ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന, ഈ കരിയറിൽ ഉണ്ടാവുന്നതിലൂടെ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കണേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്ത് കിടക്കാം എന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1 ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്ന് അവർക്ക് കരിയറിലെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ അവരെന്ത് ചെയ്യണം, അവർക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 1 ഇപ്പോൾ അവരെ കരിയറിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അവർക്കുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്? മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലിപ്പോൾ വീണ്ടും ഫോക്കസ് ചെയ്യണം, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അതേപോലെ അതേ രീതിയിൽ നിങ്ങളുടെ 3D റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അത്രയും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ അത്രയും സ്ട്രോങ് ആയിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മറന്ന് പോകരുത്. പിന്നെ ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ, നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ പറ്റുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് അതിനോട് കണക്റ്റഡ് ആണ്. അതായത് ലിങ്ക്ഡിൻ നെറ്റ്വർക്കിലൊക്കെ ഞാൻ ലിങ്ക്ഡിൻ ഒരു എക്സാമ്പിൾ പറയുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ നെറ്റ്വർക്കിൽ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിനെ കാണുകയാണ്. അപ്പോൾ അവർക്കൊരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക, എന്നിട്ട് അവരോട് സംസാരിക്കുക, അതിനെപ്പറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവരോട് കാര്യങ്ങൾ പറയാം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിനായി നോക്കുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, അങ്ങനെ ആ ഒരു നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതായത് അങ്ങനെ നിങ്ങൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എനർജിയിലൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ ഒരുപാട് പേര് സഹായിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു സമയമാണത്. അപ്പോൾ നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ഡ്രീം കരിയറിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്താതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊരു മാറ്റത്തിന് സമയമാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ മാറേണ്ട സമയമായി. ഇപ്പം നിങ്ങൾ എവിടെയാണുള്ളത് നിങ്ങൾക്ക് താൽക്കാലികം മാത്രമായിരുന്നു, അവിടെ നിന്ന് നിങ്ങൾ മാറേണ്ട സമയമായി. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമായെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കുക എന്നും കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാറ്റത്തിനായിട്ട് നിങ്ങൾ റെഡി ആവും വേണം. എന്നെക്കൊണ്ടത് പറ്റുമോ, എനിക്കത് കിട്ടുമോ, അതിപ്പോഴും എനിക്കറിയില്ല എനിക്കത് കിട്ടുമോ എന്നുള്ളത്, അത് വലിയൊരു കാര്യമല്ലേ, ആ ഒരു വലിയ കമ്പനിയിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അങ്ങനെയല്ല, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ ആ ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് ഉറപ്പായും ലഭിക്കുമെന്ന തികഞ്ഞ വിശ്വാസം നിങ്ങൾക്കിപ്പോൾ വേണം. നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാകുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നത്. നിങ്ങൾ എത്ര അതിനുവേണ്ടി പരിശ്രമിച്ചാലും മനസ്സിലൊരു സംശയമുണ്ട്, അതായത് എനിക്കിത് കിട്ടാൻ അർഹതയുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നിടത്തോളം നിങ്ങളതിന് പൂർണ്ണമായി തയ്യാറല്ല. അത് എപ്പോഴാണോ മനസ്സിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കമ്പനിയിലുള്ള ജോലി അതെനിക്ക് കിട്ടാൻ പൂർണ്ണമായ അർഹതയുണ്ട്, എനിക്കത് എന്തായാലും ലഭിക്കും, ഞാൻ അതിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് കിട്ടും എന്ന് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് എപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കുന്നു, അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ തയ്യാറാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആളുകളോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു സമയം നിങ്ങൾ ദിവസം മാറ്റി വെച്ചിരിക്കണം. ഒരു കുത്തഴിഞ്ഞ ജീവിതം ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജോലി കഴിഞ്ഞാൽ വീട്, പിന്നെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്റ്റീവ്ലി ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ റിക്വസ്റ്റുകളാക്കി ചിലപ്പോൾ മുന്നേ അയച്ചിട്ടുള്ളവരായിരിക്കാം, അവർക്കൊക്കെ വീണ്ടും വീണ്ടും അയക്കുക. ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ മാറ്റമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതൊക്കെ എനിക്ക് കിട്ടുമോ എന്നുള്ള സംശയമൊന്നും പാടില്ല. ഇതെനിക്ക് ഉറപ്പായും കിട്ടും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ വേണം നിങ്ങൾ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ.
ഓക്കെ, ഒരു സംശയത്തോടു കൂടെ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കാതിരിക്കുക. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ സ്വപ്നം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, ഓക്കെ, അതെന്ത് വേണമെങ്കിലും ആവാം, പുതിയ ജോലി ആവാം, വേറൊരു കമ്പനിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയിൽ തന്നെ ഒരു ഗ്രോത്ത് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അതിലേക്ക് എത്താൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ക്ലിയർ ഗൈഡൻസ് തരുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, ആ കിട്ടുന്ന ഒരു ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഫോളോ ചെയ്യണം. ആ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഗട്ട് ഫീലിംഗ് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇതിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ സ്വപ്നം എന്താണോ, ലക്ഷ്യം എന്താണോ, അതിൽ നിങ്ങൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കണം. അതിൽ നിന്ന് ശ്രദ്ധ തെറ്റാതെ നോക്കുക. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ചുറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റാതെ നോക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഇന്നർ ഗൈഡൻസ് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോഴാണ് അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റെപ്സ് എടുക്കാൻ, ആക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് പറ്റുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ലാസ്റ്റ് കിട്ടിയ കാർഡ് ടവർ കാർഡാണ്. ഓക്കെ, നിങ്ങളെ എത്രത്തോളം നിങ്ങളെയും നിങ്ങളുടെ സ്വപ്നത്തിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൽ നിങ്ങൾ സ്വയം സറണ്ടർ ആക്കുന്നോ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞു കാണുന്നതാണ്. ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താൽക്കാലികമായിട്ടൊരു താവളം പോലെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ജോലി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ, നിങ്ങൾ പക്ഷെ അതിലങ്ങ് കംഫർട്ടായിപ്പോയി, നിങ്ങൾക്ക് അത് വളരെ കംഫർട്ടബിളായി, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ പ്രഡിക്റ്റബിളാണ്, എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ വളരെ അത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ അവിടെ നിന്ന് വളരണം എന്നുള്ള ചിന്ത നിങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ പോയിക്കൊണ്ടിരിക്കുക. സബ് കോൺഷ്യസ്ലി അത് പൊട്ടുമില്ല. അപ്പോൾ ആ ഒരു ലക്ഷ്യം എന്താണെന്ന് നിങ്ങളെ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോഴാണ്, അതായത് ഇറ്റ്സ് ടൈം ഫോർ ചേഞ്ച്, നിങ്ങളുള്ള സ്ഥലം നിങ്ങളുടെ താൽക്കാലിക താവളമാണ്, ഇതല്ല നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അന്ന് ഓർമ്മിപ്പിക്കുകയാണ് യൂണിവേഴ്സ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. മാനിഫെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾ ഉറപ്പായും ഫോളോ ചെയ്യണം. അത് മാത്രമല്ല ആക്ഷൻസും നിങ്ങൾ എടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച്, നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട്, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഓൾറെഡി 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് എന്തൊക്കെ ക്ലൂസാണ് ഈ കിട്ടിയ റീഡിങ്ങിലൂടെ നൽകാനുള്ളത്, അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്തിട്ട് നൽകാനുള്ളത്? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലൂസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ മറ്റേ ഫേഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു അറബിക്കടലിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെ മഴയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും മഴക്കാലം പോലെ വളരെ ഇരുട്ട് പിടിച്ചിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ലൈറ്റ് പോരാതെ വന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. നമുക്കിനി ക്ലൂസ് നോക്കാം. നമുക്കൊരു ഇതാണ് കിട്ടിയിരിക്കുന്നത്, സോഡിയാക് സൈൻ വിർഗോ. അപ്പോൾ നിങ്ങൾക്ക് വിർഗോ സൺ മൂൺ റൈസിംഗ് പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കാം. പിന്നെ ഇനീഷ്യൽ കിട്ടിയിട്ടുള്ളത് A, P, K, പിന്നെ Z അല്ലെങ്കിൽ Z. ഓക്കെ, ഈ ഇനീഷ്യൽസ് മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് കമ്പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ, ഓക്കെ, ആ കമ്പനിയുടെ പേര് തുടങ്ങുന്നത് ലെറ്ററിൽ ഉണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിൻ്റെ ഇനീഷ്യൽസ് ഉണ്ടായിരിക്കാം. അത് എക്സ്ട്രാ കൺഫർമേഷനാണ്. പിന്നെ കൂടാതെ നിങ്ങളെ നെറ്റ്വർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ നിങ്ങൾ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചൊരു വ്യക്തിയെ കാണുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ തന്നെ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടാനോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എങ്ങനെയെങ്കിലും അവരെ കോൺടാക്റ്റ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഇനീഷ്യൽ, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അതും എന്താ പറയേണ്ടത്, ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഈ ലെറ്റേഴ്സിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങൾ ജാനുവരി, മെയ്, ഒക്ടോബർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജനനമാസങ്ങൾ ഇത് 3-1 പിന്നെ വെനസ്ഡേ. ഈ ഒരു ആഴ്ച നിങ്ങളെ സംബന്ധിച്ച് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഞാൻ വെനസ്ഡേ എന്നുള്ളത് നോക്കിയപ്പോൾ 24 എന്നാണ് ടൈമറിൽ സമയം കാണിച്ചത്. അപ്പോൾ ആ വെനസ്ഡേക്ക് എന്തോ പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ 2, 3, 4, 14, 16, 17, 21 ഈ തീയതികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവാം ഇതിൽ, പക്ഷെ അത് കൂടാതെ ഈ എന്താ പറയേണ്ടത്,
ഈ തീയതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന മാസം, അതായത് ഇന്നത്തെ വർഷം ജാനുവരി 2025, മെയ് 2025, ഒക്ടോബർ 2025, ഈ ഒരു കാലഘട്ടം ജാനുവരി തൊട്ട് ഒക്ടോബർ വരെയുള്ള ആ ഒരു കാലഘട്ടം, അതിൻ്റെ ഇടയിൽ ആ മെയ് മാസം പ്രത്യേകം നിങ്ങളുടെ ഈ കരിയറിൽ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്താനുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലാണ്, ഡിസംബർ 2024 ഇനി അധികം സമയമില്ല ജാനുവരിക്ക്. അപ്പോൾ നമുക്കിപ്പോൾ ശരിക്കും ആക്റ്റീവ്ലി വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകൾ ഈ മാസങ്ങളിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ വെനസ്ഡേ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. എന്തോ കാര്യമായിട്ട് ആ വെനസ്ഡേ എങ്ങനെയൊക്കെയോ നിങ്ങളുടെ കരിയറായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതൊന്ന് പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവും, പറഞ്ഞ പോലെ ജനന മാസം ഉണ്ടായിരിക്കാം. അതൊക്കെ എക്സ്ട്രാ കൺഫർമേഷൻ നിങ്ങളുടെ ഫയലാണെന്നുള്ളതിൻ്റെ കേട്ടോ, അതിനപ്പുറമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബാക്കി കാര്യങ്ങൾ, ഈ ഡേറ്റ്, ഈ മാസം, പിന്നെ ബുധനാഴ്ച എന്ന ദിവസം, പിന്നെ ഈ ഇനീഷ്യൽസ്, നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയുടെ പേരിൻ്റെ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ ഒരു ഹയർ ലെവലിരിക്കുന്ന വ്യക്തിയോ നിങ്ങൾ പരിചയപ്പെടാം, അവരുടെ കോൺടാക്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അവരിലൂടെ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ നിങ്ങളെങ്ങനെയും സഹായിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് അവരുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ഒക്കെ ഇതിൽ ഉണ്ടായിരിക്കാം. ഇത്രയുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി നിങ്ങളുടെ സിറ്റുവേഷനിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് ഇനിയും എന്നിൽ നിന്ന് കേൾക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം ഈ റീഡിംഗ് കേട്ടിരുന്നതിനും ഇതിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയാണ്. എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ ഈ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എന്താ പറയണ്ടേ, കരിയറിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. എനർജി എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതെന്നും പിന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള നിർദ്ദേശങ്ങളും നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2-ലുള്ള കളക്റ്റീവ്സ് അവരുടെ കരിയറിൽ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് അവരുടെ കരിയറിൽ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മാറ്റം നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക, ജോലി അവസാനിക്കുക, അങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് അവസാനിക്കുക, അതിൽ നിന്ന് നിങ്ങളത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രതീക്ഷിച്ച് കാണും, പക്ഷെ അത് ഉണ്ടായിരുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളൊരു കോൺട്രാക്ട് ബേസ്ഡ് ആയിരുന്നെങ്കിൽ ആ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വിചാരിച്ച് കാണും, അത് ഉണ്ടായിരുന്നുണ്ടാവില്ല. പിന്നെ അതിനെ തുടർന്ന് ഉള്ള എൻഡിങ്സ്, അതാണ് ഞാൻ കാണുന്നത്. എൻഡിങ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വളരെ ബാഡ് ലക്കായിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, പിന്നെ ഒരുപാട് എന്താ പറയുക, നിങ്ങളുടെ ആകെ ഒരു വല്ലാത്തൊരു ചാലഞ്ചിങ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ. അതിൽ നിന്ന് പോന്നു. എന്നാൽ നിങ്ങൾക്കൊരു വേറൊരു ജോബിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേറൊരു ഓപ്പണിംഗ് കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം എൻഡ് ചെയ്യാൻ പോകുന്നതായിരിക്കാം. അപ്പോൾ എൻഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേറൊരു ജോബ് വേണം, അല്ലെങ്കിൽ വേറൊരു അവസരം കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ ഇതുപോലെ തന്നെ നിലനിൽക്കണം. നിങ്ങളിപ്പോൾ നിലനിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയവും നിങ്ങൾക്കുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോബിൽ നിന്നാണ്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ അവസാനിക്കുകയാണ് എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്താ പറയുക, ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു സ്ട്രെസ്സൊക്കെ കാണുന്നു. ഗുഡ് ന്യൂസ്, ഇതിലൊരു ഗുഡ് ന്യൂസ് കിട്ടാൻ നിങ്ങൾ കാത്തിരിക്കുക. അതായത് വേറൊരു അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അർഹിക്കുന്ന ഒരു അവസരം, ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ള, പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിനായിട്ട് നിങ്ങളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തടസ്സങ്ങളാണ് ഇപ്പോഴും കാണുന്നത് മുൻപിൽ. പക്ഷെ ആ തടസ്സങ്ങളിൽ എന്താ പറയുക, വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് നിങ്ങൾ വിട്ടുകൾ ഉദ്ദേശിക്കുന്നില്ല.
നിങ്ങൾക്ക് ഈ ജോലി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ജോലിക്കുള്ളത് ശരിയാക്കി വെക്കണം എന്ന ഒരു തീവ്രമായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണ്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു എന്ന് കാണുന്നു. പക്ഷെ എന്നാൽ ഒരു സ്ട്രെസ്സും കുറച്ച് ആൻസൈറ്റിയും ഒക്കെ ഉണ്ട്. നിങ്ങളാ ഒരു എന്താ പറയുക, വളരെ പെർസീവിയൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ പറഞ്ഞ പോലെ നിങ്ങൾ വളരെയധികം ഒരു എൻഡിങ്ങിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ ഒരു എൻഡിങ് ആണ്. ചിലപ്പോൾ ഇത് വളരെ ഒരു എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻറ്റോ ഉണ്ടായിട്ട് നിങ്ങൾ റിസൈൻ ചെയ്ത് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിങ് നടന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ അവസാനിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങൾക്ക് അതിന് മുൻപ് വേറൊരു അവസരം, വേറൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. നിങ്ങൾക്ക് അത് അത്രയും ഒരു നിർബന്ധ ബുദ്ധി പോലെയുണ്ട്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതിൻ്റെയാണ് നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ്, പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ് ആണ് ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ ഒരു മനോധൈര്യത്തോടുകൂടെ ചാലഞ്ചിങ് ആണ്, വളരെ കോമ്പറ്റീറ്റീവ് ആണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണു, നിങ്ങളത് വളരെയധികം ആ ഒരു കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഈശ്വരൻ പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരുന്നിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ, തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, എന്നും തടസ്സങ്ങളും എന്നും പ്രശ്നങ്ങളും ആയിരിക്കില്ല. ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയും എപ്പോഴും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എപ്പോഴും ഒരു നല്ല കാലം അല്ലെങ്കിൽ എപ്പോഴും നല്ല കാലം അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. മാറ്റം അനിവാര്യമാണ്, അല്ലേ? അങ്ങനെ പറയാം, അങ്ങനെയുണ്ട്. അതായത് ചേഞ്ചസ് നടന്നുകൊണ്ടേയിരിക്കും, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിലായിരിക്കില്ല, എനിക്കിതിൽ നിന്ന് മാറ്റം ഉറപ്പായും ഉണ്ടായിരിക്കും. അത് മനസ്സിന് ഒരു തളർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭയം വരുമ്പോൾ സ്വയം പറഞ്ഞു കൊടുക്കേണ്ടതാണ്, ഞാൻ ഈ ഒരു അവസ്ഥയിലല്ല ഇപ്പോഴായിരിക്കുക, ഞാൻ ഇതിൽ നിന്ന് മാറും, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തും എന്ന് സ്വയം നിങ്ങൾ എന്ത് വേണം, ആ ഒരു വിശ്വാസം, ആത്മവിശ്വാസം നിങ്ങൾ കൊടുക്കണം, എൻകറേജ്മെൻറ്റ് കൊടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറച്ച് ക്ഷമിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ, കുറച്ചൊരു ഡിലേ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കണം, ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. എന്ത് സംഭവിക്കാനും ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ആ ഒരു ഡിവൈൻ ടൈമിംഗ് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് അലൈൻഡ് ആവാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്തുകൊണ്ടേയിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, നിങ്ങൾ ഭയക്കുന്ന തരത്തിലുള്ള ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. എസ്പെഷ്യലി നിങ്ങൾക്കൊരു സൈഡ് ഹസൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ജോലി നഷ്ടപ്പെട്ടിട്ട് പിന്നെ അടുത്ത ജോലിക്ക് കയറുന്നതിൻ്റെ ഇടഭാഗത്ത് നിങ്ങൾ ഈ നിങ്ങളുടെ സൈഡ് ഹസലിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്നും യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, അതിൽ നിന്ന് കിട്ടുമോ എന്നൊരു ഭയമുണ്ട് നിങ്ങൾക്ക്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു സൈഡ് ഹസിൽ, ഒരു സൈഡ് ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ ഇപ്പോൾ ഒരു ബിസിനസ് ഉണ്ട്, അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിച്ചാലും അതിൽ തന്നെ നിലനിന്ന് പോയ ഈ വിചാരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും ഇനി അങ്ങോട്ട് ഉണ്ടാവുമോ, അങ്ങനത്തെ ഭയം, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുക, സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ വളരെ ഒരു റെസ്റ്റ്ലെസ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നമുക്കപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം നോക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് 2-ലെ കളക്റ്റീവ് ഇങ്ങനെ ഇത്രയും ഈ ഒരു പ്രശ്നം അവരുടെ ജോലിയിൽ എന്താ പറയണ്ടേ അനുഭവിക്കുന്നത്? അവർ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥ, എന്നാൽ മറ്റൊരു ജോലി കിട്ടിയിട്ടില്ല, അതിനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ അതിലൊരു എന്താ പറയുക, പോസിറ്റീവായിട്ട് ഒരു അപ്ഡേറ്റ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. എന്താണ് അതിന് കാരണം? നിങ്ങളുടെ ലക്ഷ്യം വളരെ ചെറുതാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും ചെറിയ കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കണേ എന്നാണ് പറയണേ. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ മാറേണ്ട സമയമായി. ഞാൻ കേൾക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ ഇംഗ്ലീഷിലാണ് കേട്ടോ കേൾക്കുന്നത്. യു ആർ ഡൺ വിത്ത് പ്ലേയിങ് സ്മോൾ, ഓർ യു ആർ ഡൺ ബൈ പ്ലേയിങ് സ്മോൾ. അങ്ങനെ ഒരു ഇതുണ്ട്. വിത്താണ് ബൈ ആണോ എന്നൊരു സംശയമുണ്ട്. ഗ്രാമർ എറേഴ്സ് ഒക്കെ ക്ഷമിക്കുക. ഓക്കെ, അതായത് നിങ്ങൾ യു ആർ ഡൺ വിത്ത് പ്ലേയിങ് സ്മോൾ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അതായത് നിങ്ങൾ ഇത്ര നാളിരുന്ന ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവിനും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും വളരെ ചെറിയ പൊസിഷനാണ്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ലോങ് ടേമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തരില്ല, ആ ഒരു സക്സസ്, ആ ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കിത് എന്താ പറയുക, നിരാശയാണ് തരിക. എനിക്ക് തോന്നുന്നു ഇപ്പോഴേ നിങ്ങൾ ഈ ജോലിയിൽ ഇരിക്കുമ്പോൾ പോലും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നുണ്ടാവാം, പക്ഷെ നിങ്ങളൊട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്താ പറയുക, വേറെ നല്ലൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിലൊരു തോന്നൽ എപ്പോഴെങ്കിലുമൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ ഈശ്വരൻ കൊണ്ടു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈശ്വരൻ പറയുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള അവസരം ഏതാണ്? നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് വളരെ നിങ്ങൾക്ക് ശരിക്കും ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും വളരെ താഴെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ട്രൂലി ഡിസേർവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അതിനായിട്ട് പരിശ്രമിക്കുക. അതിനുള്ള അവസരമാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം
എന്ത് വേണം, ഇതേ റോളിൽ തന്നെ പോകണോ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് നോക്കണോ എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങളുടെ ഈ ഒരു ഫൈനാൻഷ്യൽ സ്കേഴ്സിറ്റി ഇപ്പം നിങ്ങൾക്ക് അതൊരു ഭയമുണ്ട് അല്ലേ, ഫൈനാൻഷ്യൽ സ്കേഴ്സിറ്റി ഉണ്ടാവോ, പ്രശ്നങ്ങൾ ഉണ്ടാവോ, അതുപോലെ തന്നെ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടാവോ, എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും, ഇങ്ങനത്തെ കുറേ ഭയങ്ങളുണ്ട്. ആ ഫൈനാൻഷ്യൽ സ്കേഴ്സിറ്റി മെയിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി കിട്ടുന്നതിനായിട്ട്, ഫൈനാൻസിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഭദ്രത, സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ അഭിവൃദ്ധി കിട്ടുന്നതിനായിട്ട് ഉള്ള അവസരങ്ങൾ, അത് നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു നിങ്ങളുടെ സഡൻ ജോബ് എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് പറയുന്നു. നിങ്ങളായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു, നിങ്ങൾ ചിലപ്പോൾ ഇത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഉണ്ടാവണം, എന്താ പറയുക, ഇന്നൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ജോബ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതിനുള്ള അവസരമാണിത്. ഇത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, വേണ്ട വിധം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ജനറേഷണൽ വെൽത്ത് ഇനി വരുന്ന തലമുറകൾക്കും കൂടിയുള്ള എന്താ പറയുക, ആ ഒരു സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ എന്നാണ് ഞാൻ കേൾക്കണേ. ഇതല്ല ഇവിടെയല്ല നിങ്ങൾ എന്താ പറയുക നിലനിന്ന് പോകേണ്ടത്. ഇത് വളരെ ചെറുതാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാളും വളരെ ചെറുതാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്ന, സെക്യൂരിറ്റി തരുന്ന, നിങ്ങൾ ഒരു ലോങ് ടേം, അതായത് ഒരു പെർമനൻറ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു ഹയർ പൊസിഷൻ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണിത്. അപ്പോൾ അത് കൂടാതെ തന്നെ അത് ഈ ഒരു കാര്യം തന്നെ അത് വരുന്ന സമയം, അതുപോലെ തന്നെ ചിലപ്പോൾ അത് കൂടാതെ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള വളരെ ലെജിറ്റായിട്ടുള്ള മാർഗങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം അതിൽ ഏത് ചൂസ് ചെയ്യണം, ഏത് പാത്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് എപ്പോഴും ഓർത്ത് വയ്ക്കുക. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫോക്കസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അതിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ലക്ഷ്യം എന്താണ്, പരമമായ ലക്ഷ്യം എന്താണ്, അതിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ജോബ് നോക്കുമ്പോൾ, നെക്സ്റ്റ് ജോബിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനോട് 100% നീതി പുലർത്തുന്നതായിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഉണ്ടായിരുന്നത് നിങ്ങളോട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അത്. ഓക്കെ, നിങ്ങൾ അതിലങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടും. വളരെ പെട്ടെന്നാണ് ഉണ്ടാവുക, ആ വ്യത്യാസം വളരെ പെട്ടെന്ന് വരും, ചേഞ്ച്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളൊരു അപ്പ് സ്കില്ലിങ്, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ കോഴ്സുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ചേഞ്ച്. അത് നിങ്ങളുടെ എനർജിയിൽ പറ്റിയിട്ടുള്ള ഷിഫ്റ്റാണ്. കാരണം നിങ്ങൾ കരിയറിൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന പോലെ പരിശ്രമിക്കുന്നു. അത് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആക്കുകയാണ് ചെയ്തത് ഈ ഒരു മാറ്റത്തിന്. ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല പോസിറ്റീവാണെന്ന്, കാരണം നിങ്ങളുടെ ഉള്ള ജോലി പോവാണ്, വേറെ കിട്ടുന്നുമില്ല. ഓക്കെ, അപ്പോൾ ആകെ ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടൊരു സമയമാണ്. പക്ഷെ നിങ്ങളിവിടെ എന്താ പറയേണ്ടത്, പരാജയപ്പെടരുത്. ഓക്കെ, നിരാശപ്പെട്ടിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വിട്ട് കളഞ്ഞ് നിൽക്കരുത്. ഇപ്പം നിങ്ങൾ വളരെയധികം അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഇതിൽ യൂണിവേഴ്സാണ് നിങ്ങൾക്ക് നേരിട്ട് അവസരങ്ങൾ കൊണ്ടുതരുന്നത്. ഒരു വ്യക്തിനെ ഒന്നും ഞാൻ ഇവിടെ കാണുന്നില്ല. നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ചില അവസരങ്ങളുണ്ടാവും. അത് കാണുമ്പോൾ ആത്മവിശ്വാസത്തോടെ അതിന് പിന്നാലെ പോകണം. അതിന് എന്ത് വേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ഓവർ തിങ്ക് ചെയ്യാണ്ട്, ആൻസൈറ്റി, കൺഫ്യൂഷൻ, ടെൻഷനൊക്കെ വെച്ചിട്ട് വിട്ട് കളയാതെ ആ അവസരങ്ങൾ ഉപയോഗിക്കണം. അത് നിങ്ങൾ കരിയറിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബ്, നിങ്ങൾക്കൊരു ഡ്രീം ജോബ് ഉണ്ട്, ഞാൻ അതാ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ജോബുണ്ട്, നിങ്ങൾക്ക് അത്രയും താല്പര്യപ്പെടുന്ന ഒരു ജോബുണ്ട്. അതിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് വേണ്ട, അതിലിവിടെ പോയ സ്റ്റേബിലിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലൊക്കെ ഉപദേശിച്ചിട്ടായിരിക്കും ഇപ്പോൾ ആ ജോലിയിൽ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ നിൽക്കേണ്ട ഒരാളല്ല നിങ്ങൾ, മനസ്സിലായോ? ഈ ഒരു ജോബിൽ നിൽക്കേണ്ട ആളല്ല നിങ്ങൾ. അതുകൊണ്ടാണ് ഈശ്വരൻ എന്ത് ചെയ്യുന്നത്, അത് അവസാനിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ അവസാനിപ്പിക്കണ ഒരു ഇതും ലക്ഷണമൊന്നും ഈശ്വരൻ കാണാനില്ല. അപ്പം നിങ്ങൾ ഇതിൽ തന്നെ ഒതുങ്ങിപ്പോവും എന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു കൺസേൺ കൊണ്ടാണ് യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നത്, അത് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നത്, ഫോഴ്സ്ഫുള്ളി എടുത്തു മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇനി ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ കൂടെ അതിൽ ആക്റ്റീവ്ലി ഫോക്കസ് ചെയ്ത് ആ ഒരു ബിസിനസ്സിനെ റിയാലിറ്റി മാറ്റാനുള്ള സമയമാണിത്. ഓക്കെ, ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എങ്ങനെയൊക്കെ ഇത് എന്താ പറയുക, ഒരു
ഇതിനും വേസ്റ്റ് കേസിലേക്ക് എങ്ങനെ പോവാം എന്നിങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിങ്ങൾ ഇരിക്കുള്ളൂ. നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല നിങ്ങളുടെ ലൈഫിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾ വേണ്ടാത്ത ആവലാതികളാണ്, അതുപോലെ തന്നെ വെറുതെ ഭയം ഉണ്ടാക്കുന്ന കുറേ ചിന്തകൾ, അതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. കാരണം അതിൽ തന്നെ ഫോക്കസ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാരണം ഭയം കൊണ്ട് തെറ്റ് പറ്റുമോ, പ്രശ്നം ഉണ്ടാവുമോ, ഇത് ഞാൻ വിചാരിച്ച പോലെ ആവില്ലയോ, അല്ലെങ്കിൽ എനിക്ക് ഇതൊരു പരാജയമാവോ, ഇനിയും വീണ്ടും പ്രശ്നമാവോ, ഇനി ഉള്ള പൈസയും കൂടെ പോവോ, ഇങ്ങനത്തെ കുറേ ടെൻഷനുകളാണ്. നിങ്ങളിപ്പോൾ ഈശ്വരനെ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഇതിൽ ആക്റ്റീവ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആക്റ്റീവ്ലി നിങ്ങൾ ശ്രമിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ആഗ്രഹം അതെപ്പോഴും ഓർക്കുക, ആ ആഗ്രഹത്തിന് ഓർക്കുക. ആഗ്രഹത്തിൽ എത്തിപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് വേണം ചിന്തിക്കാൻ, അല്ലാതെ അതെങ്ങനെയൊക്കെ പരാജയപ്പെട്ട് പോകും എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയുണ്ടല്ലോ, നിങ്ങളുടെ ഈ ജോബ് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നഷ്ടപ്പെടുന്ന അവസ്ഥ തന്നെയാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വേദനയുണ്ട് നിങ്ങൾ അനുഭവിക്കുന്നത്, അത് താൽക്കാലികമാണ്. ഓക്കെ, അതല്ല അത് നിങ്ങളുടെ എക്കാലത്തേക്കുള്ള എനർജി അല്ല, താൽക്കാലികമാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് മറന്നു പോവും. പ്രൊവൈഡഡ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓക്കെ, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ആ ബിസിനസ്സിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സൈഡ് ഹസിൽ ഉണ്ടെങ്കിൽ അതിൽ ആക്റ്റീവ്ലി ഫോക്കസ് ചെയ്യാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ഫീൽഡായിരിക്കും നിങ്ങളുടെ സൈഡ് ഹസിലായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ചിലപ്പോൾ അത് നിങ്ങളുടെ ഫുൾ ടൈം ആക്കേണ്ട സമയമാണ് ഇനി, മനസ്സിലായോ? അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ എന്താണോ നിങ്ങളുടെ കരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നേടണമെന്നാണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകേണ്ട സമയമാണ് ഇപ്പോൾ. അതനുസരിച്ചിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടുന്ന ആക്ഷൻസ് എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇരിക്കുന്നതല്ല നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സ്ഥലത്തല്ല നിങ്ങൾ ഇരിക്കുന്നത്, അതിനേക്കാളും വളരെ വളരെ താഴെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന്, നിങ്ങളുടെ സ്വപ്നത്തിനെ ഫോക്കസ് ചെയ്ത് അത് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കേണ്ട സമയമാണ്. നിങ്ങൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടി പ്രയത്നിക്കുന്നു, ഡിസിപ്ലിൻഡ് ആയിട്ട് അതിനായി ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളാൽ കഴിയുന്ന ആക്ഷൻസ് എടുക്കുന്നു, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ കേൾക്കുന്നത് ഇത് യൂണിവേഴ്സ് തരുന്ന ഉറപ്പാണെന്നാണ്. അപ്പോൾ നിങ്ങളത് വിശ്വസിച്ചിട്ട് വേണം, ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. ഓക്കെ, എൻ്റെ റിയാലിറ്റിയിൽ മാറ്റം വരട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാം, ആ ഒരു ടെൻഡൻസി കൊണ്ട് നിങ്ങൾ എവിടെയും എത്തില്ല കേട്ടോ. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, കാരണം എൻ്റെ അനുഭവം കൊണ്ടുകൂടിയാണ് പറയണത്. നമ്മളൊരിക്കലും ഇങ്ങനെ എന്താ പറയുക, എൻ്റെ ലൈഫിൽ മാറ്റം വരട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാം, എന്തെങ്കിലും മാറ്റം വരട്ടെ ഞാൻ വിശ്വസിക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു മാറ്റം വരില്ല. കാരണം അവിടെ നമ്മളവിടെ ഒരു സറണ്ടറിങ് സിറ്റുവേഷനിലല്ല, നമ്മളവിടെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്ക് പ്രൂഫ് വേണം, അപ്പോഴേ ഞാൻ വിശ്വസിക്കുള്ളൂ, അപ്പോഴേ ഞാൻ സറണ്ടർ ആവുള്ളൂ, അപ്പോഴേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അവിടെ ഒരു കൺട്രോൾ ചെയ്യാനുള്ള സിറ്റുവേഷനാണ്. അങ്ങനെ പാടില്ല. ഓക്കെ, നമ്മൾ ആഗ്രഹിച്ച ഒന്നും നമ്മുടെ ലൈഫിലില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് വേണം, നമ്മളെ കണ്ണടച്ച് നമ്മുടെ ഒരു ലൈഫിനെ കുറിച്ച് എൻവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലെവല് അതിനെക്കുറിച്ച് എൻവിഷൻ ചെയ്യുക. അത് കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കുക. നമ്മുടെ എനർജി പതുക്കെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് കണ്ടിട്ട് നിങ്ങളെ ഒട്ടും കെയർ ചെയ്യാതെ, ചിലപ്പോൾ എക്സസൈസ് ചെയ്തിരുന്നവരാവാം, അത് ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സെൽഫ് കെയർ, ഇപ്പോൾ സ്കിൻ കെയറോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാവാം, അതും ചെയ്യുന്നില്ല. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതൊട്ടും നല്ലതല്ല. നിങ്ങളുടെ എനർജീനെ ഒന്നും കൂടെ താഴേക്ക് കൊണ്ടുപോവുകയുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സെൽഫ് കെയർ ആക്ടിവിറ്റീസ്, നിങ്ങൾ ചെയ്യുന്ന എക്സസൈസസ്, മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യണം. ആ ബോഡി മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ എനർജി മൂവ്മെൻറ്റ്സിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ബോഡി മൂവ്മെൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും നിർത്തരുത്. കഴിഞ്ഞു പോയത്, ഇപ്പോൾ ഇത് അവസാനിക്കുന്ന ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ അവസാനിച്ചതാണ് അല്ലേ, അതിൽ തന്നെ എന്നാലിത് എന്തുകൊണ്ട് അവസാനിച്ചേ, ഞാൻ ഇത്ര നന്നായിട്ട് ചെയ്തതല്ലേ, എന്തുകൊണ്ട് അവസാനിച്ചു, ഈ എന്തുകൊണ്ടെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഓക്കെ, അത് കഴിഞ്ഞു പോയി, ഇനി എന്ത്. ഓക്കെ, അത് കഴിഞ്ഞു പോയി, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. അപ്പം നിങ്ങൾക്കറിയാലോ, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ശരി, അത് നടന്നില്ല, വിഷമം ഉണ്ടാവും ഓഫ് കോഴ്സ്. പക്ഷേ ഇതല്ല, അപ്പം ഇതിനും നല്ലതാണ്, ഇതിന് മുകളിലാണ് ഞാൻ നോക്കേണ്ടത്, അല്ലാണ്ട് ഇതിന് താഴേക്കല്ല പോകേണ്ടത് കേട്ടോ, ഇതിന് മുകളിലുള്ളതാണ് ഞാൻ നോക്കേണ്ടത്. അത് ഉറപ്പിച്ചിട്ട് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഇനി നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവുക. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു, കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് ഓർത്ത്, ഈ നഷ്ടപ്പെടുന്ന ഈ ജോലിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കണോ, അതോ ഭാവി ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് ഒരു വിഷ്വലൈസ് ചെയ്തിട്ട് അതിലേക്ക് എത്താനായിട്ട് പ്രയത്നിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇനി നിങ്ങളുടെ കരിയറിലുള്ള പ്രോഗ്രസ്. ഓക്കെ, മാറ്റങ്ങൾ. നിങ്ങൾ ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് അറിയാം, അത് ഞാൻ ഇന്നതാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്. അത് ആ ഒരു ഇന്നർ ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക.
ഓക്കെ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. 100 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ഡിസ്ട്രാക്റ്റഡ് ആവും. അതല്ല ഇപ്പോൾ വേണ്ടത്. നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി, നിങ്ങൾ ഒരു കാര്യം ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ജോബ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്, അത് റിയാലിറ്റി ആക്കുക. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങളത് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൃത്യസമയത്ത് യൂണിവേഴ്സ് എത്തിക്കും. അത് മനുഷ്യരിലൂടെ ആവാം, പല സിറ്റുവേഷനിലൂടെ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില എന്താ പറയുക വെബ്സൈറ്റിലൂടെ ആവാം. അങ്ങനെ അറിവുകൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഈശ്വരൻ കൊണ്ടുതരും കൃത്യസമയത്ത്. നിങ്ങളുടെ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ അങ്ങനെയാണ്. നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഇനി നിങ്ങളുടെ കരിയറിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞു പോയി, അതിൽ ഫോക്കസ് ചെയ്യരുത്. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നാൽ തന്നെ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങളെ നോക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആ ജോലി കിട്ടാഞ്ഞ്, എന്നാലും എന്തുകൊണ്ട് അത് പോയേ, എന്തുകൊണ്ട് അവർ കോൺട്രാക്ട് അപ്ലോഡ് കഴിഞ്ഞാൽ ഇനി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ഞാൻ ചിലപ്പോൾ നല്ലതായിരുന്നുണ്ടാവില്ല, അപ്പോൾ എനിക്ക് ഈ ജോലി നല്ലതായിരിക്കും. ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് ചിലപ്പോൾ നല്ല നല്ല അവസരങ്ങൾ വരും. നിങ്ങൾക്കത് കണ്ടാലും അപേക്ഷിക്കാനും പറ്റില്ല. കാരണം എനിക്ക് എന്നെ കൊണ്ട് അതൊന്നും പറ്റും തോന്നണില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. ആത്മവിശ്വാസക്കുറവുണ്ടാവും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ അങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. നിങ്ങൾക്ക് തന്നെ വരുന്ന അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ കഴിഞ്ഞു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ 100% ചെയ്തു, നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ നന്നായി ചെയ്തു, നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോംപ്ലിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുക. നിങ്ങളിൽ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകും തോറും ആ എനർജി നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വെക്കണം. ഇനി നമുക്ക് നോക്കേണ്ടത് ഗൈഡൻസ്. ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഗൈഡൻസ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഗ്രൂപ്പ് 2 അനുഭവിക്കുന്ന, ഈ കരിയറിൽ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ഒരു എൻഡിങ് ആണ്, ഒരു സഡൻ ചേഞ്ച്, അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ്. ഇന്ന് പുറത്ത് കിടക്കാർ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, നിങ്ങളുടെ മൈൽ സ്റ്റോൺസ്, ഇതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ എന്താ പറയുക, അത് നിങ്ങൾ കൂടുതൽ വായിക്കും തോറും നിങ്ങളുടെ കോൺഫിഡൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു ഒരു എക്സസൈസ് പോലെയാണ്. ജേർണൽ ചെയ്യുക. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിട്ടുള്ള ചെറിയ നേട്ടങ്ങളാവാം, വലിയ നേട്ടങ്ങളാവാം, എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് വേണം? അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുക. അതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക. ആ ജേർണൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ വായിക്കും തോറും നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസിൽ നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ അതൊക്കെ പോകും. നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസമൊക്കെ തിരികെ കിട്ടും. പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്, ഐ ട്രസ്റ്റ് മൈ ഐഡിയാസ് ആൻഡ് ഡിറക്ഷൻ. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെ അറിയാം. ഓക്കെ, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിൽ ഫോക്കസ് ചെയ്യുക. അതിനായിട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. ഓക്കെ, എന്നാൽ അതേസമയം നിങ്ങൾ നിങ്ങളെയും കെയർ ചെയ്യണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ നെഗ്ലക്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ആ ഒരു ആവശ്യങ്ങളെ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതൊന്നും നിർത്തി വെക്കരുത്. ഓക്കെ, ഇനി ടെൻഷൻ അടിക്കണു എന്ന് പറഞ്ഞിട്ട് കുറേ അൺഹെൽത്തി ഫുഡ്സ് ഒന്നും വാരി കഴിക്കരുത്. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ കൊടുക്കേണ്ട സെൽഫ് കെയർ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സെൽഫ് കെയർ, ആ ഒരു കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് നിങ്ങൾ കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടു നടക്കുന്നത് അതുപോലെ കൊണ്ടു നടക്കണം. ഓക്കെ, അത് മസ്റ്റാണ്. അതൊന്നും നിങ്ങൾ അവസാനിപ്പിക്കരുത് എന്ന് പറയുന്നു. നിങ്ങളെപ്പോഴാണ് തയ്യാറാവുന്നത്, നിങ്ങളെപ്പോഴാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാവുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള അവസരങ്ങളും നിങ്ങൾ കാണും. ഓക്കെ, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സ് പല തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള അവസരം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരാം. യൂണിവേഴ്സ് കൊണ്ടുതരുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരാം. ഓക്കെ, കറണ്ട് പോയതാണ് കേട്ടോ. അവസരങ്ങൾ നിങ്ങളെ തേടി വരാം. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ എന്ത് വേണം, അത് ആ അവസരത്തിന് ഉപയോഗിക്കുക. ഓക്കെ, നല്ലതാവോ പൊട്ടയാവോ അങ്ങനെയൊക്കെ ചിന്തിക്കാതെ എന്ത് വേണം, അത് ഉപയോഗിക്കുക. കാരണം നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ, നിങ്ങൾ ചേസ് ചെയ്യാതെ നിങ്ങളിലേക്ക് വന്നു ചേർന്നൊരു അവസരമാണല്ലേ. അപ്പോൾ അതിനെന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. രണ്ട് കൽപ്പിച്ച് അതുമായി മുന്നോട്ട് പോവുക. അതാണ് ഈശ്വരൻ പറയുന്നത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും, എല്ലാ റിവാർഡ്സിനും
എല്ലാ അവാർഡ്സിനും പിന്നെ അതുപോലെ തന്നെ എല്ലാ അച്ചീവ്മെൻറ്റ്സിനും നന്ദി പറയുക. ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് ഷിഫ്റ്റ് വരും. ഇത് അഗെയിൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു അത്രത്തോളം നിങ്ങളുടെ ഒരു എനർജിയിൽ മാറ്റം വരും, നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ മാറ്റം വരും. വളരെ എന്താ പറയുക, വളരെ സ്ലോലിയാണ് കേട്ടോ ഈ മാറ്റങ്ങൾ ഉണ്ടാവുക. പക്ഷെ നമ്മളത് നോട്ട് ചെയ്യും തോറും പിന്നെ അത് കൂടി വരും. അങ്ങനെയാണ് ഷിഫ്റ്റ് സംഭവിക്കുക. അല്ലാണ്ട് ഒരു ദിവസം എണീക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം മറിയല്ല ചെയ്യുക. നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഇനീഷ്യേറ്റ് വേണം. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു, എന്ത് ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്, എന്ത് സ്വപ്നമാണ് നിങ്ങൾക്കുള്ളത്, അതിനെ നിങ്ങൾ പരിശ്രമിച്ചാൽ ഞാനതിൽ വിജയിച്ചിരിക്കും എന്നൊരു ആത്മവിശ്വാസം, ആ കിങ് ഓഫ് വോൺസിൻ്റെ ആത്മവിശ്വാസം നിങ്ങൾക്കും വേണം. ഓക്കെ, ആ വിശ്വാസത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, റിവാർഡ്സ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതൊക്കെ വായിക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം കൂടും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെപ്പോഴും ഒരു പീസ്ഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ കുറേ പേര് ഉപദേശിക്കാനൊക്കെ ആയിട്ടുണ്ടാവും ഇല്ലേ? അല്ലെ ആരൊക്കെ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ആരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എൻകറേജ്ഡ് ആവണേ എന്ന് നോക്കുക. അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് നോക്കുക. ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആരോട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ഭയവും ടെൻഷനും ഒക്കെ ഉണ്ടാവണേ നോക്കുക. ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരായിട്ട് കോൺടാക്റ്റ് അവസാനിപ്പിക്കുക. അവരെ ഒട്ടും പ്രൊമോട്ട് ചെയ്യേണ്ട, അവരെ ഒട്ടും പ്രോത്സാഹിപ്പിക്കരുത്, അവരായിട്ട് വർത്തമാനം പറയാതിരിക്കുക. ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം മാറും. മനസ്സിലായില്ലേ? ആ ഒരു ടെൻഷനും അനാവശ്യമായ ടെൻഷനും ഒക്കെ ഇപ്പോൾ തന്നെ പോകും. കാരണം ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ വളരെ ഹാംഫുള്ളാണ്. നമ്മൾ മാറ്റി നിർത്താൻ തന്നെ വേണം. നിങ്ങൾ എന്ത് എനർജിയിലാണോ ഇരിക്കുന്നത്, നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്, അത് തന്നെയാണ് യൂണിവേഴ്സ് തിരിച്ചും പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കണേ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു പോയ ഇപ്പോൾ ഈ ജോബൊക്കെ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ നഷ്ടങ്ങൾ, വേദനകൾ ഓർക്കാതെ, അതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ടെൻഡൻസി അതാണ്. നഷ്ടങ്ങളെയും വേദനകളെയാണ് കൂടുതൽ ഓർക്കുക. അത് ഓർക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നല്ല സമയങ്ങൾ, ഓക്കെ, നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച ആസ്വദിച്ച നല്ല നല്ല സമയങ്ങൾ, നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് അഭിമാനിച്ച സമയങ്ങൾ, അതിനെക്കുറിച്ച് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് സ്റ്റേറ്റിലായിരിക്കണം. കാരണം നിങ്ങൾ ആലോചിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്, നിങ്ങൾക്ക് സംഭവിച്ച നല്ല കാര്യങ്ങളാണ്. അതിനെയാണ് നിങ്ങൾ എൻകറേജ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ, ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനം തരുന്ന സന്ദർഭങ്ങൾ, ആളുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, ഇതിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഒരു എനർജിയിലായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിൽ ഇരിക്കും തോറും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് റീഡിങ്ങിൽ, ഇപ്പോഴും പറയുന്നു, യൂണിവേഴ്സ് നിങ്ങൾക്ക് നേരെ ഒരു കണ്ണാടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്താണോ ആയിരിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരിക. ഞാനിപ്പോൾ ആ കണ്ണാടിയിൽ വളരെ ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് നോക്കണമെന്ന് വെച്ചാൽ അത് തന്നെയാണ് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരിക. എന്നാൽ ഞാൻ സങ്കടപ്പെട്ടിട്ടായിരിക്കണമെന്ന് വെച്ചാൽ സങ്കടങ്ങൾ തന്നെയാണ് എൻ്റെ ലൈഫിലേക്ക് വരിക. ഓക്കെ, വേദനകൾ ശരിയാണ് അനുഭവിക്കുന്നുണ്ട്, അത് വളരെ തീവ്രമാണ്. പക്ഷെ നമ്മളത് അനുഭവിച്ച് അതിന് പുറത്ത് കിടക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അതിലേക്ക് തന്നെ എന്താ പറയുക, ഞാൻ ചില കമൻസ് ഞാൻ തന്നെ കാണാറുണ്ട്. ഞാൻ റീഡ് ചെയ്യുമ്പോൾ എനിക്കത് എപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫയലിൽ അത് പറയണമെന്ന്. എന്താ പറയുക, എൻ്റെ ജീവിതം ആകെ തകർന്നു പോയി, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നിട്ടിങ്ങനെ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് എഴുതിയിടുന്നത് അവിടെ. ഓക്കെ, ഈ റീഡിങ്ങിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് കിട്ടുന്നുണ്ട് ഇല്ലേ? അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമോ? നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ നിന്ന് മാറണ്ടേ? നമ്മുടെ സബ് കോൺഷ്യസിന് ഒരു പ്രശ്നമുണ്ട്. അതൊരു നെഗറ്റീവായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ പോലും കംഫർട്ടബിൾ ആയിക്കഴിഞ്ഞാൽ അവിടെ തന്നെ തുടരണം എന്നൊരു ടെൻഡൻസിയാണ് നമ്മുടെ സബ് കോൺഷ്യസിനുള്ളത്. ഓക്കെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊക്കെ ആ ഒരു ഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വളരെ കൺട്രോൾ ഫ്രീക്കാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ആൾക്കെല്ലാം ഈ സബ് കോൺഷ്യസ് വേർഷന് എല്ലാം അറിയാൻ പറ്റണം. അതായത് എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ആൾക്ക് അതനുസരിച്ച് റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് കംഫർട്ട് സോണായി. പിന്നെ അവിടെ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അതിന് പുറത്ത് കിടക്കാൻ നമ്മുടെ ഫിസിക്കൽ വേർഷൻ ശ്രമിക്കുമ്പോൾ ഈ സബ് കോൺഷ്യസ് എന്ത് ചെയ്യും? ഇങ്ങനെ ഭയപ്പെടുത്തുന്ന, അതായത് മുന്നേ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, നഷ്ടങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ വരും. അപ്പോൾ നമ്മൾ അയ്യോ ശരി അങ്ങനെ ഉണ്ടായിരുന്നാണല്ലോ മുന്നേ, പ്രശ്നം വരുന്നത്, ഇങ്ങനെ തന്നെ പോവാം. എന്നിട്ട് വീണ്ടും നമ്മൾ ആ പഴയ ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യും. അത് തന്നെയാണ് സബ് കോൺഷ്യസിന് വേണ്ടത്. കംഫോർട്ട് സോൺ വിട്ട് പുറത്ത് പോകാൻ പാടില്ല.
ഓക്കെ. അപ്പം നമ്മൾ വേദനകളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ നടന്ന പൊട്ടും പൊടിയും അങ്ങനെ അത്രയും ചെറിയ ചെറിയ വേദനകൾ പോലും ഓർത്ത് വയ്ക്കും, വിഷമിക്കാനിരിക്കും. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. നമുക്ക് ജീവിതത്തിൽ എൻ്റെ സോൾ ട്രൈബിലുള്ള വ്യക്തികളൊക്കെ ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, അതങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഉയരാൻ പോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ ആ ഒരു എനർജി കൊണ്ട് നമ്മൾ വളരെ വലിയ വലിയ മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഓക്കെ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഈ നെഗറ്റീവ് എനർജീസ്, ലോ വൈബ്രേഷണൽ എനർജീസ്, ലോ വൈബ്രേഷൻ പീപ്പിൾ, പ്ലേസസ്, സിറ്റുവേഷൻസ്, ഇതിനൊന്നും സ്ഥാനമില്ല. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ടോക്സിക് പോസിറ്റിവിറ്റി അല്ല പറയുന്നത്. ടോക്സിക് പോസിറ്റിവിറ്റി വേറൊരു കാര്യമാണ് കേട്ടോ. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദനകളെ അക്നോളജ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ. വേദനിക്കുമ്പോൾ പോലും ഹാപ്പി ആയിട്ടിരിക്കുക, അത് മാറും, അങ്ങനെയല്ല. നമ്മൾ വേദനകൾ ഉണ്ടാകുമ്പോൾ ആ വിഷമം, ആ ഇമോഷൻസിനെ നമ്മൾ അക്നോളജ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഈ സങ്കടമാണ്, ആ സങ്കടം കടിച്ചു പിടിച്ച് വെക്കേണ്ട, അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പുറത്തേക്ക് പോട്ടെ, പക്ഷേ അതിൽ തന്നെ തുടരരുത്. അത് മോശമാണ്. പിന്നെ ആ വിഷമിച്ച് എന്നാലും അങ്ങനെ സംഭവിച്ചില്ല, 10 വർഷം മുന്നേ നടന്ന കാര്യം എന്നാലും അങ്ങനെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പുറത്തു വരുന്നില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആ ഒരു എനർജി നമുക്ക് വേണ്ട. ഈ ചന്ദ്രകണ്ഠ ടാരോട്ട് സോൾ ട്രൈബിലുള്ള ആർക്കും അത് വേണ്ട. ഓക്കെ, നമുക്ക് എന്ത് വേണം? നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അപ്പോൾ ഇതിൽ ഡേറ്റുകൾ വരും, പിന്നെ ഇനീഷ്യൽസ് വരും, മാസങ്ങൾ, ഓക്കെ, അതുപോലെ ആഴ്ചകൾ വരും. ഇതൊക്കെ നിങ്ങളുടെ കരിയറുമായിട്ട് കൂടെ ഒരു കണക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കൂടെ ഞാൻ എടുത്ത് പറയാം. ശരിയാണ്, നിങ്ങളുടെ ജനന തീയതി കാണാം, നിങ്ങളുടെ പേരിൻ്റെ ഇനീഷ്യൽ കാണാം, പിന്നെ ജനന മാസം കാണാം, ജനിച്ച ആഴ്ച കാണാം, അതൊക്കെ കാണാം. അതൊക്കെ എക്സ്ട്രാ കൺഫർമേഷൻ. അല്ലാതെ അതിന് ഒരു എക്സ്ട്രാ മീനിങ് കൂടെ ഈ റീഡിങ്ങിലുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടെ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതുപോലെ തന്നെ ഒരുപാട് ടെൻഷൻ എടുത്ത്, അനാവശ്യമായി ടെൻഷൻ അടിച്ചിട്ട്, അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് മാറാമെങ്കിൽ എല്ലാവർക്കും പറ്റും. അത് പറ്റും. നമ്മൾ ശ്രമിക്കുന്നിടത്താണ് കാര്യം. എളുപ്പമല്ല, വളരെ ചാലഞ്ചിങ് ആണ്. പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ അത് നടന്നിരിക്കും. ആർക്കും തടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ ഡിറ്റർമിനേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതൊരു കാലാവസ്ഥയാണ്, ഒരു സീസണാണ്, ഓട്ടം ഫോൾ സീസൺ. ഓട്ടം ഫോൾ സീസൺ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഫസ്റ്റ് ആ ഒരു ടൈം ആണ്. അപ്പോൾ ആ ഒരു സമയം ഒരു പ്രാധാന്യം ഉള്ളതാണ്. ഓക്കെ, അപ്പം ഇനിയത് അടുത്ത വർഷം വരുന്നത് 2025 വരുന്നത്. അല്ലെങ്കിൽ ഈ വർഷം ആ ഒരു സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കാണുകയോ അവസരം കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് നിങ്ങൾ വീണ്ടും ഒന്ന് എന്താ പറയുക, റിവൈൻഡ് ചെയ്ത് പോകേണ്ട ഒരു സമയമാണ്. ഇനി നമുക്ക് കുറച്ച് തീയതികൾ കിട്ടിയിട്ടുണ്ട്. 4, 5, 12, 28. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവാം. പക്ഷേ ഈ തീയതികൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസം, നവംബർ മാസം, ഇപ്പോൾ കഴിഞ്ഞ നവംബർ മാസം. ഓക്കെ, ഇതിൽ ഈ തീയതികളിൽ എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങളതിനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അവസരം ഇപ്പോഴും അവൈലബിൾ ആണോ നോക്കുക. ആണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ടതാണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമുക്കൊരാഴ്ച കിട്ടിയിട്ടുണ്ട്, വെള്ളിയാഴ്ചയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് 2 ഇനീഷ്യലാണ് കിട്ടിയിരിക്കുന്നത്, ഒന്ന് K, ഒന്ന് S. അപ്പോൾ നിങ്ങൾ സ്വപ്നം, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, ചിലപ്പോൾ ജോലി ആയിരിക്കാം അല്ലേ, നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് ആണെങ്കിൽ ആ ജോബ് ടൈറ്റിലിൻ്റെ സ്റ്റാർട്ടിങ് ഈ പറയുന്ന ഏതെങ്കിലും ലെറ്ററിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രീം കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് തുടങ്ങുന്നത് ഈ പറയുന്ന ഏതെങ്കിലും ലെറ്ററിലായിരിക്കാം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൂ ആണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള 3 സോഡിയാക് സൈൻസ്, സാജിറ്റേറിയസ്, എരീസ് ആൻഡ് കാപ്രിക്കോൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ് സൈനിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൺ, മൂൺ, റൈസിങ് സൈൻ എന്ന് പറഞ്ഞ, അതായത് നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ സോഡിയാക് സൈൻ ഉണ്ടല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് മാത്രം പറയുന്നത്, അത് നമ്മുടെ സൺ സൈനാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ സൺ, മൂൺ, റൈസിങ് സൈൻ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മളെക്കുറിച്ചൊരു പൂർണ്ണമായൊരു ഐഡിയ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതറിയണം എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഞാനൊരു സൈറ്റിൻ്റെ സഹായത്തോടെയാണ് നോക്കാറ് കേട്ടോ, പക്ഷെ അത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കും അതിൽ നോക്കാം. പിന്നെ അപ്പോൾ നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ് സൈൻ ഈ പറയുന്ന സാജിറ്റേറിയസ്, ഏരിയസ്, കാപ്രിക്കോൺ ആയിരിക്കാം.
അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഗൈഡൻസസ് ഒക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കണമെന്ന് മനസ്സിലായി, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ ആക്ഷൻസ് എടുക്കേണ്ട സമയമാണ്. ഓക്കെ, ഈ പറഞ്ഞ ഗൈഡൻസസ് ഫോളോ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നിങ്ങളത് ചെയ്തിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്ത് വേണം, എനിക്ക് ഇമെയിൽ അയക്കണം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ് ടൈം സ്റ്റാമ്പ്സിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഇന്ത്യയിലാണ്, കേരളത്തിലാണുള്ളത്. അപ്പോൾ കാലത്തൊരു 6 മണി തൊട്ട് ഒരു 10 മണിക്കുള്ളിൽ ബുക്കിംഗ് റിക്വസ്റ്റ് അയക്കാനായിട്ട് ശ്രമിക്കുക. രാത്രി 10 മണിക്കുള്ളിൽ. ഓക്കെ, 10 മണിക്ക് ശേഷമുള്ളതിന് ഞാൻ റെസ്പോണ്ട് ചെയ്തൊന്നുമില്ല. നെക്സ്റ്റ് ഡേക്കാണ് ഞാൻ എടുക്കുക. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ 7 മണി തൊട്ട് 2 മണി വരെ എല്ലാ ദിവസവും എൻ്റെ റീഡിംഗ് സെഷനാണ്. ആ സമയത്താണ് ഞാൻ റീഡിങ്സ് റെക്കോർഡ് ചെയ്യുന്നത്. കളക്റ്റീവ് റീഡിംഗ് ആയിക്കോട്ടെ, പേഴ്സണൽ റീഡിംഗ് ആയിക്കോട്ടെ ഒക്കെ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്താലും എന്തുണ്ടാവും, റെസ്പോണ്ട് ചെയ്യാൻ നേരം വൈകും. അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 24 hours റെസ്പോണ്ട് ലഭിക്കും. പക്ഷേ നിങ്ങൾ മെസ്സേജ് ചെയ്തപ്പോൾ തന്നെ റെസ്പോണ്ട് കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവിടെ കുറച്ച് തിരക്കിലാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല, പക്ഷേ കുറച്ചൊരു ക്ഷമ കാണിക്കണം. ഓക്കെ, ചിലരിങ്ങനെ അവിടെ ഉണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്താ പറയുക, ഞാനിപ്പോൾ ചിലപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അവരവരുടെ കാര്യം പറഞ്ഞ് ചിലപ്പോൾ ഞാൻ കുറച്ച് സമയം എടുക്കും. കാരണം ആ സമയത്ത് ചിലപ്പോൾ ഞാൻ അവിടെ റെക്കോർഡ് ചെയ്യായിരിക്കേ. അപ്പോൾ ഇങ്ങനെ ഒരു 10-20 മെസ്സേജ് വന്നിട്ടുണ്ടാവും. അവിടെ ഉണ്ടോ, കുറേ ഹലോ റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഇത് ഒന്ന് മനസ്സിലാക്കണം, ഞാൻ റെസ്പോണ്ട് ചെയ്യും. എന്തായാലും 24 hours നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടിയിരിക്കും. പിന്നെ നിങ്ങളുടെ ബുക്കിംഗ് റിക്വസ്റ്റ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ഒരു ദിവസം ഞാൻ 5 ബുക്കിംഗ് ആണ് എടുക്കുക. 5-ൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഡേക്ക് ആയിട്ടാണ് കണക്ക് കൂട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ റിക്വസ്റ്റ് എടുക്കും. നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബുക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യിച്ചിരിക്കും. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ പേയ്മെൻറ്റ് നടത്തി അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കൺഫർമേഷൻ തരാറുണ്ട്. അതിന് ഞാൻ വെയിറ്റ് ചെയ്യിക്കാറില്ല. കാരണം എനിക്കറിയാം, ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടാണ്ടാകുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളെന്നെ കണ്ടിട്ടില്ല, നമ്മളൊരു ടോട്ടൽ സ്ട്രേഞ്ചേഴ്സാണ്. ഈ ഒരു റീഡിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ അതെനിക്ക് മനസ്സിലാവും. അത് ഞാൻ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാറുണ്ട്. പക്ഷേ ഈ മെസ്സേജസ് കിട്ടുന്നത് വൈകുന്നതിൻ്റെ കാരണം ഇതാണ്, ഞാൻ റെക്കോർഡിങ്ങിലായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ ഈ റീഡിങ്ങിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായതിനും നിങ്ങൾ ഇത്രയും ക്ഷമയോടെ ഈ റീഡിങ് കേട്ടിരുന്നതിനും ഒരുപാട് നന്ദി പറയണു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് കേട്ടോ നിങ്ങളുടെ റീഡിങ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പൂവാണ് ഇത്. ഇവിടെ കനകാംബരം എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ വെള്ളയും ഈ വയലറ്റും പിന്നെ ഒരു പിങ്ക് കളറുള്ളത്. പക്ഷെ ആ പിങ്ക് ഇത്തിരി സീസണൽ പോലെ, അത് പെട്ടെന്നൊന്നും പൂക്കാറില്ല. അങ്ങനെ ഇപ്പം അതിൻ്റെ സമയമാണ്. നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയാന്നുള്ളതൊന്ന് പറഞ്ഞോളൂ കേട്ടോ കമൻറ്റ് സെക്ഷനിൽ. ഇത് തലയിലൊക്കെ ചൂടുമായിരുന്നു. അത് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ തലയിൽ ചൂടാനായിട്ട് അമ്മ അത് വെച്ചാൽ അതിൻ്റെ തണ്ടുകളോണ്ട് ഇങ്ങനെ മെടഞ്ഞിട്ട് പൂവിൻ്റെ മാല ഉണ്ടാക്കി തരും. അപ്പോൾ അത് ഇങ്ങനെ തലമുടി 2 സൈഡിലും കെട്ടുമ്പോൾ ഞങ്ങൾക്ക്. അപ്പോൾ ആ 2 സൈഡിലും കെട്ടുമ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരുടെ കരിയർ, അവരുടെ പ്രൊഫഷനിൽ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് പേജ് ഓഫ് സോർഡ്സ് ആണ് കേട്ടോ. ക്ലാരിഫൈ ദ പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറച്ച് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് കരിയറിൽ നിങ്ങളിപ്പോൾ ഒരു ചാലഞ്ചായിട്ട് കാണുന്നത്. കാരണം അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടോണിലോ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുക വരുന്നത്. ഓക്കെ,
അപ്പോൾ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുക, നിങ്ങൾ റൂഡ് പേഴ്സണായിട്ട് കണക്കാക്കി, നിങ്ങൾ ചിലപ്പോൾ വളരെ ജെൻറ്റലായിട്ടുള്ള വളരെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളെ മിസ്ജഡ്ജ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഞാൻ കാണുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപാട് അക്കംപ്ലിഷ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അതിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് കാണുന്നു. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓക്കെ, നിങ്ങൾ വളരെ സ്കിൽഫുള്ളാണ്, പക്ഷേ നിങ്ങൾക്ക് ക്ലിയർ ബൗണ്ടറി ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണോ ലക്ഷ്യമിടുന്നത്, ഓക്കെ, ആ ജോബിന് നിങ്ങൾ ശരിക്കും പെർഫെക്റ്റ് ആണ്, ആ ഒരു എനർജി കിട്ടുന്നത്, അതായത് നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലും എല്ലാം ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചില അവസരങ്ങൾ കാണുമ്പോൾ അപേക്ഷിക്കാനുള്ള ധൈര്യക്കുറവോ അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നൊരവസ്ഥ, നിങ്ങൾ അപേക്ഷിച്ചാലും നിങ്ങൾക്ക് അത് കിട്ടാത്തൊരവസ്ഥയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്, ഒരു ഫൈനാൻഷ്യൽ കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നടക്കണമെന്ന്. ഓക്കെ, നിങ്ങളതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നേടുന്നു, അറിവുകൾ നേടുന്നു, പിന്നെ വളരെ ഒരു ഇമോഷണലി സ്റ്റേബിളായിട്ട് അതിനെ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ഇതുവരെയായിട്ടും നിങ്ങളിലേക്ക് അത് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു ഡ്രീം ജോബിലേക്ക് എങ്ങനെ എത്തണം എന്നൊരു ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് അത് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പല സ്ഥലത്തിലും ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് വിജയം കണ്ടിട്ടില്ല. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ നമ്പർ 1 പ്രയോറിറ്റി ഇതായിരിക്കും, നിങ്ങൾ അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് മറ്റു പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇതിനെ പിന്നോട്ട് വയ്ക്കുക, ഈ ഒരു ലക്ഷ്യത്തിനെ പിന്നോട്ട് വയ്ക്കുക. അപ്പോൾ അതിലെ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക, ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെ ധൈര്യമുള്ളൊരു ആളൊക്കെയാണ്, അതായത് കിട്ടുന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് എവിടെയുണ്ട്, പക്ഷെ ഇനി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയില്ല, അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നിങ്ങൾ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇതിലൊരു ടേണിംഗ് പോയിന്റ്, നിങ്ങളുടെ കരിയറിലൊരു ടേണിംഗ് പോയിന്റാണ് സംഭവിക്കാൻ പോകുന്നത്. അത് വളരെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നത്. അത് ഏസ് ഓഫ് കപ്സ് ആണ് കേട്ടോ, ഈ കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം തരുന്നൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്, പക്ഷേ നിങ്ങൾ കുറച്ച് നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, ആ നെഗറ്റീവ് തോട്ട്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സ്റ്റാഗ്നൻ്റ് എനർജിയൊക്കെ വൈകാതെ തന്നെ മാറുന്നതാണ്, പക്ഷെ നിങ്ങൾ കുറച്ച് സ്ട്രെസ്ഡ് ആണ്. കാര്യം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. അത് ഈ നെഗറ്റീവ് തോട്ട്സ് കൂടുതലായിട്ടും വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഈ പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള സമയമായി എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഒരു ട്രാൻസിഷനാണ് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല വരുന്നത്, പക്ഷെ അത് കൊണ്ടുവരുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, യൂണിവേഴ്സിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, സറണ്ടർ ചെയ്തിരിക്കുക. അപ്പം ആക്ച്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പണിംഗ് വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കാം, ആ ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കും, നിങ്ങൾ പല തരത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ജോബിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, പല മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഒന്നും നിങ്ങൾക്ക് വിജയം കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സ്, അതിൻ്റെ ഒരു ആൻസൈറ്റി, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് ആഗ്രഹിച്ച ജോലി കിട്ടും, അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ എത്തിച്ചേരും, ആ ഒരു കോൺഫിഡൻസിൽ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ റിജക്ഷൻസൊക്കെ ഫേസ് ചെയ്യുമ്പോൾ എന്താണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ധൈര്യം ചോർന്നു പോവുക, നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തിന് ഒരു കുറവ് കഴിഞ്ഞ് നടക്കുമോ എന്നൊരു ഭയം ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളെ ഇൻറ്റ്യൂഷന് വേണം നിങ്ങൾ വിശ്വസിക്കാനായിട്ട്. നിങ്ങൾക്കറിയാം ഇതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത്.
നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു ഇത് കേട്ടിരുന്നല്ലോ, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം അതും കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ടോണിൽ പ്രശ്നം, അപ്പോൾ അങ്ങനെ നിങ്ങൾ മിസ്ജഡ്ജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത് ഒക്കെ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ കാരണം നിങ്ങൾ അൺസ്യൂട്ടബിൾ അല്ലാന്നോ, അല്ലെങ്കിൽ നിങ്ങളെ മിസ്ജഡ്ജ് ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കരിയറിൽ ഒരു ഗ്രോത്ത് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തൊരവസ്ഥ. ഓക്കെ, അങ്ങനെയും കൂടെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളാകെ കുറച്ച് ഒരു സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾക്ക് ഇനി എങ്ങനെ അത് മാറ്റിയെടുക്കണം, ഈ ഒരു ടോൺ പറഞ്ഞല്ലോ, ഈ ടോൺ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് വരണമെന്ന് അറിയാത്തൊരു സ്റ്റേറ്റിലാണ് നിങ്ങൾ പല വഴി പരീക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നിട്ട് പോലും അതിലൊന്നും വിജയം കണ്ടിട്ടില്ല. പക്ഷേ ഒരു മാറ്റമുണ്ട്. സ്ട്രെസ്ഡ് ആവാതിരിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ഓർത്ത് ഇപ്പോഴത്തെ കറണ്ട് റിയാലിറ്റീനെയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെയോ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അത് കഴിഞ്ഞു പോയതാണ് അല്ലേ, കഴിഞ്ഞു പോയത് എന്തായാലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. അത് കഴിഞ്ഞു പോയതാണ്. അതിൽ നിന്ന് നിങ്ങൾ ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ട്രാൻസ്ഫോംഡ് ആയിട്ടുണ്ട്, ഒരുപാട് അപ്ഗ്രേഡ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയിലുള്ള ആ ഒരു എന്തെങ്കിലും ഒരു സെൽഫ് ലിമിറ്റിംഗ് തോട്ട്സ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ കളയേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. മനസ്സിൽ നിന്ന് അതൊക്കെ കളയുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. 2 ടൈപ്പ് ഓഫ് കാറ്റഗറി ആണ് എനിക്ക്, 2 ടൈപ്സ് ഓഫ് പീപ്പിളിനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് ചേരുന്നത് അത് നിങ്ങൾ എന്താ പറയുക, അതിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് കിട്ടുന്ന ഗൈഡൻസസൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളെ അഡാപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനെ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്ത് കടക്കാൻ, എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷനിൽ കൂടെ അവർ പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയിഡ് ആണെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തൊരവസ്ഥ വരുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ എംപ്ലോയിഡ് ആണെങ്കിൽ തന്നെ ഈ മിസ്ജഡ്ജ് ചെയ്യപ്പെടുക, അതിലൂടെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുക, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതിന് വേണ്ടുന്ന ആ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്, കൂടുതൽ ബാലൻസും ഹാർമണിയും കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. വൈകാതെ തന്നെ മാറ്റങ്ങളുണ്ടാവും, പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ നിങ്ങൾ എന്താണോ ഒരു ജോലി എന്നതുകൊണ്ട് നിങ്ങൾക്ക് പരമമായ ഒരു ലക്ഷ്യമുണ്ട് അല്ലേ, അതെന്താണോ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫുൾഫിൽ ചെയ്യും. ഞാൻ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്, അത് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യും. നിങ്ങളിപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് വൈകാതെ തന്നെ പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. ഇതൊരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആണെന്നാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു റീബർത്ത് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ട്രാൻസിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളൊരു ഇവോൾവിങ്, ഒരു അപ്ഗ്രേഡിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ എന്താണോ, അല്ലെങ്കിൽ ആ ഒരു വർക്ക് പ്ലേസ് ഏതാണോ, അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേജാണിത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയേണ്ടത്, ഒരുപാട് ട്രിഗറിങ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിസ്ജഡ്ജ് ചെയ്യപ്പെടുന്നവർ, നിങ്ങൾ നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫിനെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരു കാരണവശാലും മാറാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളെ എന്താ പറയുക, ഒരു പീപ്പിൾ പ്ലീസർ ആവാതെയൊക്കെ ഇരിക്കുക. നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫായിട്ട് ഇരിക്കും തോറും എന്ത് സംഭവിക്കും, ആളുകൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് തന്നെ ഉള്ളിലൊരു നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻസെക്യൂരിറ്റിയാണ് ഇപ്പോൾ നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളായി തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് 3D റിയാലിറ്റിയിൽ മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾ കുറച്ച് പാഠങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾ ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ എംബ്രേസ് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളുടേതായ രീതിയിൽ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾ അതിന് കഴിവുള്ളവരാണ്. അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതുമാണ്. ഇനി ജോലി ഇല്ലാത്തവരുടെ കാര്യമാണ്, ആ കാറ്റഗറിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റി, നിങ്ങൾ ഏതിനാണ് പ്രയോറിറ്റൈസ്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് അതനുസരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോവാം. പ്രോഗ്രസ് എന്തായാലും ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ കാത്തിരുന്ന അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ ഉണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് കൊണ്ടുവരാനുള്ളതാണ്. ഓക്കെ, ഒരു നീതി അല്ലെങ്കിൽ ഒരു നീതി നടപ്പാക്കണം എന്ന് നിങ്ങൾക്കുള്ളിൽ തോന്നുന്നുണ്ട്. എൻ്റെ സിറ്റുവേഷനിൽ ഒരു നീതി നടപ്പാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ നീതി നടപ്പാക്കാൻ പോകുന്നതാണ്. എന്താ പറയുക, നിങ്ങളൊരു കാര്യം അനുഭവിച്ചു, അതിൽ നിന്ന് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തണ്ടേ, അതായത് എൻ്റെ ന്യൂ ചാപ്റ്ററിലേക്ക് എത്തണ്ടേ, അതിൻ്റെ ഇടയിലുള്ളൊരു സമയമുണ്ടല്ലോ, അതാണിത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ചാലഞ്ചിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. ഇനിയൊരു പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് ഒക്കെയാണ് ആവശ്യം നിങ്ങൾക്ക്. ഓക്കെ, ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കാം, ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഡ്രീം ജോബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി യൂണിവേഴ്സിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള, യൂണിവേഴ്സ് പറയുന്ന വഴിയിലൂടെ പോവുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ആകെയുള്ള ഒരു ചോയ്സ്. അതിലൂടെ അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അതിലൂടെ പോകും തോറും നിങ്ങൾക്ക് അവിടേക്കുള്ള വഴി കൂടുതൽ വ്യക്തവുമാവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബിലേക്ക് പെട്ടെന്ന് എത്താനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. ആ ഒരു സ്റ്റാഗ്നൻസി നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ് മാറുക. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ജോബ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണം. അത് എന്താ പറയുക, ഒരു മാറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും തള്ളിക്കളയരുത്. നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഡ്രീം ജോബ്, ആ ഒരു ഓഫർ നിങ്ങളിലേക്ക് വന്ന് ചേരും, വൈകാതെ തന്നെ വന്ന് ചേരും. സത്യമാണ്. നോക്കൂ, ഞാൻ എക്സാജറേറ്റ് പറയുന്നില്ല, എനിക്ക് കിട്ടുന്ന എനർജി അതാണ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൽ സറണ്ടർ ആണോ, നിങ്ങൾ അതായത് ഗോയിങ് വിത്ത് ദ ഫ്ലോ സിറ്റുവേഷനിലൂടെ, അതായത് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷനാണ്, എൻ്റെ കരിയറിൽ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ അപ്ഗ്രേഡ് ആവുകയാണ്, ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് അപ്ഗ്രേഡ് ആവുകയാണ്, ഞാൻ എൻ്റെ ഡ്രീം ജോബിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനെ, നിങ്ങളുടെ സാഹചര്യത്തിനെ കാണുന്ന രീതി മാറും. ഓക്കെ, പിന്നെ എന്നിട്ട് എന്താ പറയുക, ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടണം, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെ യൂണിവേഴ്സ് എപ്പോഴാണോ ബെസ്റ്റ് ടൈം എപ്പോഴാണോ ആ പെർഫെക്റ്റ് ടൈമിൽ എനിക്ക് എൻ്റെ ജോബ് കൊണ്ടുതരും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇരിക്കുക. ആ നീതി അല്ലെങ്കിൽ ആ ന്യായം യൂണിവേഴ്സ് നടപ്പാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുക. ആ ക്ഷമ കാണിക്കേണ്ട സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലി, അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന രീതിയിൽ നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക്, നിങ്ങളുടെ ജോലിയിലുള്ള നിങ്ങളുടെ സ്വപ്നം എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, അതിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കും. ഓക്കെ, ഒരുപാട് നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഇതൊരു ചേഞ്ചാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ചിലപ്പോൾ ഈ ഒരു മാറ്റത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ അത് ഡിലേ ചെയ്തതാണ്. ആ ഡിലേ ഉണ്ടായത് ഒരു തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഡിലേ ഒരു കാലതാമസം നേരിട്ടത് അത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. പക്ഷെ ഇനി അതിന് അത്ര കാലതാമസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണു, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ന്യൂ ചാപ്റ്ററിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിതൊരു ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളുടെ ചാലഞ്ചിങ് പീരീഡ് കഴിഞ്ഞു, നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നിങ്ങൾ എവിടെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്ന കരിയറിൽ, അതിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്. ഓക്കെ, കണ്ടു, ആ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ ഡിസേർവ് ചെയ്യുന്നതാണ്, അതിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തുണ്ടാവണത്, നിങ്ങളുടെ കരിയറിൽ ഇനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ മാറ്റം കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഒരു എനർജിയിൽ ഷിഫ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഈ പറയുന്ന പോലെ കൂടുതൽ അവസരങ്ങൾ തേടി വരിക. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയണ്ടേ, ഇൻ്റർവ്യൂ കോൾസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂ കോൾസ് ഒന്നും വരുന്നില്ലെങ്കിൽ അതൊക്കെ കൂടുതൽ വരുന്ന സമയമാണ്. അപ്പം ഇനി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷന് പുറത്ത് കടക്കാൻ. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണല്ലോ, ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട്, ഇതിൽ നിന്ന് വേഗം ആ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്താൻ ഗ്രൂപ്പ് 3യിലുള്ള കളക്റ്റീവ് എന്താണ് ചെയ്യേണ്ടത്, അവർക്കുള്ള ഗൈഡൻസസ് എന്താണ്? ടെൻഷൻ ആവാതിരിക്കുക. ടെൻസ്ഡ് ആവരുത്. അനാവശ്യമായിട്ട് തന്നെ ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സറണ്ടർ ചെയ്യൂ. നിങ്ങൾക്ക് ഇനി ഇതിലൊന്നും ചെയ്യാനില്ല എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇനിയൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ആ യൂണിവേഴ്സ് എങ്ങനെയാണോ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ വഴിയിലൂടെ നിങ്ങൾ പോവുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഓപ്ഷൻ. ഓക്കെ, ഇനി 3 of Wands ആണ് നോക്കിയിട്ടത്.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, അതിനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ എത്രത്തോളം സറണ്ടർ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അത്രയും പെട്ടെന്നാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ന്യൂ ചാപ്റ്റർ, ആ ഫ്രഷ് ചാപ്റ്റർ, ഓക്കെ, അതിലേക്ക് നിങ്ങൾ എത്തും. യൂണിവേഴ്സിൽ സറണ്ടർ അയക്കാൻ തന്നെയാണ് വീണ്ടും 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 പറയണത്. നിങ്ങൾ പ്രസന്റ് മൊബൈൽ ഫോക്കസ് ചെയ്യുക. എന്ന് ജോലി കിട്ടും അല്ലെങ്കിൽ എന്ന് മാറ്റമുണ്ടാവും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിന് പകരം ഇപ്പോൾ ഈ മൊമെൻറ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ്, അതിലൊക്കെ ഫോക്കസ് ചെയ്യാം. അതിലൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി അതനുസരിച്ച് മാറും. നിങ്ങൾ കൂടുതൽ ഹൈ വൈബ്രേഷനിലാവുമ്പോൾ അങ്ങനത്തെ ഹൈ വൈബ്രേഷണൽ പോസിറ്റീവ് എനർജീസ് ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് എനർജിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ പറഞ്ഞു. ഓക്കെ, അത് ഞാൻ പല റീഡിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, മുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉണ്ടാവുക. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഒരു കരിയറിൽ ആ ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യം നേടുമ്പോൾ നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്തായിരിക്കും? ആ ഫീലിങ്സ് ഇപ്പോൾ ഈ നിമിഷത്തിൽ അതില്ലാത്തപ്പോൾ പക്ഷേ ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നിങ്ങൾ കണ്ടെത്തുക. ആ ഫീലിങ്സിലായിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ സമാധാനമാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഒരു വല്ലാത്ത സമാധാനം കിട്ടുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യുക. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സമാധാനം തരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രസൻസിൽ കൂടുതലായിരിക്കാനായിട്ട് ശ്രമിക്കുക. ഡിവൈൻ ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ ലെവലുള്ളതായിരിക്കില്ല, അതിനേക്കാളും തൊട്ട് താഴെയായിരിക്കാം, പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നുണ്ട്. ഓക്കെ, ഡിവൈൻ ടൈമിങ്ങിലാണ് വരിക. വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ചെറുതാണ് എന്ന് വിചാരിച്ച് അതിനെ തട്ടിക്കളയാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം ഇത് നിങ്ങൾക്ക് ഉള്ളതാണ്, ഇത് നിങ്ങൾക്ക് നല്ലതാണെന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ കാലത്തെ ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കരിയറിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുന്നു, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ക്ഷമ പറയും. അതൊന്നും നിങ്ങൾ ഇനി പ്രതീക്ഷിച്ചിരിക്കരുത്. അതെന്താണോ സംഭവിച്ചത് നിങ്ങൾക്കറിയാം അല്ലേ? അതങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാം. അതിലൊന്നും ഇനി മാറ്റാനോ മറക്കാനോ പറ്റില്ല. അതങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്തോളൂ. ഇനി അതിനപ്പുറം ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വളരെ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം നിങ്ങൾക്ക് ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ, അതുപോലെ തന്നെ മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. രണ്ടിലും പറയുന്നത് നിങ്ങൾ ആ റൈറ്റ് ഡെസിഷൻ എടുക്കാൻ, നിങ്ങൾ ആ റൈറ്റ് ആയിട്ട്, അതായത് ആ റൈറ്റ് പാത്തിൽ പോകാനായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ സഹായിക്കുക. ആ ഇൻറ്റ്യൂഷനെ വേണം നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ. നിങ്ങൾക്കറിയാം ഇൻറ്റ്യൂട്ടീവിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അത് തന്നെയാണോ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാണ്ട് അത് ചെയ്യുക. ഓക്കെ, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം വേണം നിങ്ങൾക്ക്. അതുണ്ടാവുമ്പോൾ എന്തുണ്ടാവും? നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പിന്നാലെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു എനർജിയാണ്, അതായത് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതാണ് സംഭവിക്കാൻ പോണത്. ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം, ആ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും. നിങ്ങളുടെ എനർജി, നിങ്ങൾ ഏത് എനർജിയിലാണ് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കണം. അതുപോലെ തന്നെ ആളുകളായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി വേണം. നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരുമ്പോൾ അത് എല്ലാവരെയും അറിയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ വളരെ സെലക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതൊക്കെ ഉപയോഗിക്കുക. വരുന്ന അവസരങ്ങളെല്ലാം ഒരു തരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് വേണം? അത് ആരോടും പറയാതിരുന്നാൽ അത്രയും നല്ലത്. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, നിങ്ങളുടെ ഫാമിലി, അത്രയും വേണ്ടപ്പെട്ടവർ, ഇപ്പം നിങ്ങളുടെ കഷ്ടപ്പാടിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, അവരെ അറിയിക്കുക. ഓഫ് കോഴ്സ് അത് മാത്രം. ആളുകളായിട്ട് നല്ലൊരു ഹെൽത്തി ബൗണ്ടറി വേണം. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക്
ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്ക് എത്താനുള്ള എല്ലാ സ്കിൽസും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അത് കിട്ടും. നിങ്ങൾക്ക് ഒരിക്കലും സംശയം പാടില്ല, ഇനി എനിക്ക് ഇതേ ഉള്ളൂ, ഇതുകൊണ്ട് എനിക്ക് കിട്ടുമോ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇനി വെറുതെ മോഹിക്കുകയാണോ, സ്വപ്നം കാണാണോ? അല്ല, നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉണ്ട്, നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. ഓക്കെ, നിങ്ങളത് വിശ്വസിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളത് വിശ്വസിക്കുക. ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലായിരിക്കാൻ ശ്രമിക്കുക. ആ ഹൈ വൈബ്രേഷണൽ എനർജിയിൽ ഫോക്കസ് ചെയ്യാനിരിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ ലെവലായിരിക്കില്ല, അതിന് തൊട്ട് താഴെയായിട്ടാവും വരിക നിങ്ങളുടെ ലൈഫിലേക്ക്. പക്ഷെ നിങ്ങൾക്ക് അത് വരുമ്പോൾ അറിയാം ഇൻറ്റ്യൂട്ടീവ്ലി ഇത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ കേൾക്കുന്ന അതിൻ്റെ വരാഗകൾ നോക്കരുത്, അത് എങ്ങനെയായിരിക്കുമോ അങ്ങനെ നോക്കാതെ അത് ചൂസ് ചെയ്യണം എന്നാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണോ അത് കേൾക്കുക, മുന്നോട്ട് പോവുക. അങ്ങനെ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഗൈഡൻസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കുക. ഓക്കെ, പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യാം. ഗ്രൂപ്പ് 3 ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അവരെ റീഡിങ്ങിന് കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് നൽകാവുന്ന ക്യാപ്സ്യൂൾ ഗ്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ഒരു മാസമാണ് കിട്ടിയിരിക്കുന്നത്, ഫെബ്രുവരി. ഇപ്പോൾ ഫെബ്രുവരി 2025 നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ കരിയറിലെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഫെബ്രുവരി 2025 ഈ പറഞ്ഞ പോലെ എന്താ പറയേണ്ട ഒരു നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയും നിങ്ങൾ ആ ന്യൂ സ്റ്റേജിൽ എത്താനുള്ള സാധ്യതയും ഞാൻ കാണുന്നു. പിന്നെ നമുക്ക് 4 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ അടുപ്പിച്ചിട്ടുള്ളത് കിട്ടിയാണ്. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ. ഓക്കെ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 സോഡിയാക് സൈനാണ്, കാപ്രിക്കോൺ, അക്വേറിയസ്. അപ്പോൾ ഈ ആഴ്ചകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ആഴ്ചയിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, അത് എക്സ്ട്രാ കൺഫർമേഷനാണ്. പക്ഷേ ഈ ആഴ്ചകളും പ്രത്യേകിച്ച് ഫെബ്രുവരിയിലത്തെ വളരെ ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ ഫെബ്രുവരി വരെയുള്ള, ഇപ്പോൾ ഡിസംബർ, ഇപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലാണ്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ ദിവസങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വീക്ക് ഡേയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇൻ്റർവ്യൂസൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ 4 ദിവസങ്ങൾ ഏതിലെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഡേറ്റുകൾ കിട്ടിയിട്ടുള്ളത് 9, 2, 4, 23, 26, 17, 3. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരെണ്ണത്തിനും കൂടെ വയ്ക്കാം. ഓക്കെ, 11. ഓക്കെ, ഇത്രയുമാണ് ഡേറ്റ്സ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ മാസത്തിലെ ഈ ഡേറ്റുകൾ, ജനുവരി മാസത്തിലെ, ഫെബ്രുവരി മാസത്തിലെ നോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഡേറ്റുകളും ഈ ആഴ്ചകളും കോയിൻസൈഡ് ചെയ്യുന്ന ആ ദിവസങ്ങൾക്ക് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നമുക്കുള്ളത് ഇനീഷ്യലുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഇനീഷ്യലുകളിൽ നിങ്ങളുടെ ഇനീഷ്യൽ ഉണ്ടാവും. നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരം, നിങ്ങളുടെ മിഡിൽ നെയിമിൻ്റെ ആദ്യാക്ഷരം, അതൊക്കെ ഉണ്ടാവും. അത് കൂടാതെ എന്താ പറയണ്ടത്, നിങ്ങൾ ഏത് കമ്പനിയിലേക്കാണ്, നിങ്ങൾക്കൊരു ഡ്രീം കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ പേരിൻ്റെ ആദ്യാക്ഷരം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് ആണെങ്കിൽ ആ ജോബിൻ്റെ ആദ്യാക്ഷരം, ഓക്കെ, ആ ടൈറ്റിലിൻ്റെ ആദ്യാക്ഷരം, അങ്ങനെ. പിന്നെ ഏത് വ്യക്തി വഴിയാണോ നിങ്ങൾക്ക് എന്താ പറയേണ്ടത് ഈ ഒരു അവസരം വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക എൻറ്റിറ്റി വഴി, ഏതൊരു ഏജൻസി വഴിയൊക്കെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പേരിൻ്റെ ആ ടൈറ്റിലിൻ്റെ ആദ്യാക്ഷരം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഈ എന്താ പറയണ്ടത് ആൽഫബറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് A, E, G, M, O, Q, V. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലെറ്റേഴ്സ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ബാധകമാണ് കേട്ടോ. നിങ്ങളുടെ ഇനീഷ്യൽ ഉണ്ടാവും, അത് എക്സ്ട്രാ കൺഫർമേഷൻ. ഈ പറഞ്ഞ പോലെ ഈ തീയതികളിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവും, അതും എക്സ്ട്രാ കൺഫർമേഷൻ. അതിനപ്പുറം ഈ പറഞ്ഞ പോലെ ഈ തീയതികൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, പിന്നെ ഫെബ്രുവരി മാസം വരെ, അതാണ് ഫെബ്രുവരി മാസത്തിന് പ്രത്യേകത എക്സ്ട്രാ കാണുന്നു. പിന്നെ പറഞ്ഞ ആഴ്ചകൾ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ഈ 4 ആഴ്ചകൾ, ഇതൊക്കെ നിങ്ങളുടെ ഈ കരിയറിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക, നോട്ട് ചെയ്യണം, മസ്റ്റായിട്ട് നോട്ട് ചെയ്യണം. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി റീഡിങ്ങിലൂടെ ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉണ്ടെങ്കിൽ
ഉറപ്പായിട്ടും ഈ റീഡിങ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യണം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യുമ്പോൾ ബുക്കിംഗ് റിക്വസ്റ്റ് ഞാൻ എടുക്കുന്ന സമയം, ഞാനിപ്പോൾ ഇന്ത്യയിലാണ്, എടുക്കുന്ന സമയം കാലത്ത് 6 മണി തൊട്ട് വൈകുന്നേരം 10 മണിക്കുള്ളിലാണ് ബുക്കിംഗ് റിക്വസ്റ്റുകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ബുക്കിംഗ് കൺഫേം ചെയ്യാനായിട്ട് ശ്രമിക്കുക. താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറയാം. പിന്നെ ആദ്യം വരുന്ന 5 പേരുടെ ബുക്കിംഗ് ആണ് ഒരു ദിവസം സ്വീകരിക്കുക. അത് കഴിഞ്ഞ് വരുന്ന ബുക്കിംഗ് പിന്നെ നെക്സ്റ്റ് ഡേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ ആ പറയുന്നൊരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിന് തന്നെയാണ് ഞാൻ തരിക നിങ്ങൾക്ക് റീഡിങ്. അതിന് മുന്നേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ, പക്ഷേ നിങ്ങൾ ആ ഡേറ്റിന് റീഡിങ് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ ഡേറ്റിന് എന്തായാലും നിങ്ങൾക്ക് റീഡിങ് കിട്ടിയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. അതെന്തായാലും കിട്ടും, അത് കഴിഞ്ഞിട്ട് പോവില്ല. പിന്നെ എന്താ പറയാനുള്ളത്, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം. ഞാൻ അയച്ചു തരുന്ന ഡോക്യുമെൻ്റ് മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കണം. അതിലെ നിർദ്ദേശങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ഇട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതെല്ലാം വായിക്കുക. അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അത് വായിക്കാതെ അതിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംശയങ്ങളായിട്ട് ചോദിക്കരുത്. ഓക്കെ, നിങ്ങൾ അത് ചോദിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ആ ഡോക്യുമെൻ്റ് ഒട്ടും വായിച്ചിട്ടില്ലയെന്ന്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ 24 hours റീഡിംഗ് ഉണ്ടെങ്കിൽ അതിന് മുൻഗണനയാണ്. കാരണം അവർക്ക് 24 hours ഉള്ളിൽ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം എന്താ പറയുക, 24 hours റീഡിംഗ് വരുമ്പോൾ ഈ 5 റീഡിങ്ങിൽ 2 റീഡിങ് 24 hours പോകും. ബാക്കി 3 അന്നത്തെ ദിവസത്തായിട്ട് കണക്കാക്കുള്ളൂ. പിന്നെ വരുന്ന നോർമൽ ഡേറ്റ് ഓഫ് ഡെലിവറി ആ ടൈമിൻ്റെ റീഡിങ്സിന് പിന്നത്തെ ദിവസത്തേക്ക് അത് മാറ്റും. അത് നമ്മൾ ഇൻഫോം ചെയ്യും, നിങ്ങളെ എന്താ പറയുക, നിങ്ങൾ ബുക്ക് ചെയ്ത ദിവസം തന്നെ നിങ്ങളെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ അറിയിക്കും. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ഞാൻ റീഡിങ് സെഷനിലിരിക്കുന്ന സമയം കാലത്ത് 7 മണി തൊട്ട് 2 മണിക്കുള്ളിലാണ്. കാലത്ത് സമയത്ത് മാത്രമേ ഞാൻ റീഡിങ് സെഷൻ ഇരിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വരാം, ഡിലേ വരാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കുറച്ചധികം പണിയിലായിരിക്കും, ഞാൻ റെക്കോർഡ് ചെയ്യായിരിക്കും, റീഡിങ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ വേറെ കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ചിലപ്പോൾ ഞാൻ ഇൻവോൾവ് ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങളുടെ എൻക്വയറീസിന് 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഭാഗത്തു നിന്ന് റെസ്പോണ്ട് ഉണ്ടായിരിക്കും. അഥവാ ഞാൻ ഇത്തിരി നേരം വൈകിയാൽ, അതായത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടെന്നുള്ള കാര്യമില്ല പറയണേ, 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ അയച്ചൊരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ വൈകിട്ടാണെങ്കിലും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ തിരക്കുകൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട് കേട്ടോ, അവരോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. പേഴ്സണൽ റീഡിംഗ് റിലേറ്റ് ചെയ്തിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ വഴി എന്നോട് സംസാരിക്കാം. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം പറഞ്ഞു തരും, എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻ്റ് നിങ്ങൾ വായിക്കണം. ഓക്കെ, അതാണ് കാര്യം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 8 പേജ് അങ്ങാണ്ടാണ്. അപ്പോൾ 8 പേജ് എന്ന് കാണുമ്പോൾ അയ്യോ എന്തോരം പേജാന്ന് വെച്ചിട്ട് വായിക്കാതിരിക്കരുത്. അത് വളരെ സിമ്പിളായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ്, എന്താ പറയുക, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാണ്ട് സ്പേസ് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 8 പേജ് കേട്ടോ. പിന്നെ അതിൽ ടേബിളുകളിലായിട്ടാണ് റേറ്റുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ 8 പേജ് വന്നിരിക്കുന്നത്. നിങ്ങളത് ടെൻഷൻ ആവണ്ട. ഇത്രയും എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇത്രയും നേരം റീഡിങ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യത്തിനും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു.